بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم إذا جاءك المنافقون قالوا نشهد إنك لرسول الله والله يعلم إنك لرسوله والله يشهد إن المنافقين لكاذبون. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായ ആയത്താ ഇത്. എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട വകുപ്പ് എന്താണ്? മുനാഫിഖീങ്ങൾ തങ്ങൾക്കൊക്കെ വന്നിട്ട് പറയുന്നത് ഈ കാലു പറഞ്ഞ് ഇന്നഷ്ഹദു ഇന്നക റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലാണെന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ശരിയല്ലേ? അല്ലാഹുവിൻ്റെ റസൂൽ തന്നെയല്ലേ? പിന്നെന്തിനാ ഇപ്പോൾ വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, മുനാഫിഖീങ്ങൾക്ക് കളവാ പറഞ്ഞെന്ന് പറയുന്നില്ല. അവർ നേരല്ലേ പറഞ്ഞത്? അപ്പൊ കളവ് ഏതിലാണ്? നഷ്ഹദു എന്ന് പറഞ്ഞ വാക്കിലാണ്. ഇന്നക ലറസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിലല്ല കളവ്. ഷഹിദ എന്ന് പറഞ്ഞാൽ എന്താ? അർത്ഥം മറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നമ്മുടെ നാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്നത്. ഇവർ വന്നിട്ട് അല്ലാഹു റസൂലിനെ പറ്റി റസൂലാണെന്ന് ഇവർക്ക് ഉറച്ച വിശ്വാസം ഇല്ല. അങ്ങനെ രാവിലെ ഉണ്ടുമ്പോൾ കയ്യണ്ടി നോക്കി ഇവരുടെ വിരൽ 5 മുഹമ്മദിനത്തിന് സല്ലല്ലാഹു അലൈഹി 5 വിരൽ ഒരുപോലെ. ഞാൻ കണ്ണാടി നോക്കിയിരുന്ന് പല്ലൊളിച്ച് നോക്കിയപ്പോൾ പല്ലത്തിലുണ്ട് 32. അവർക്ക് എത്ര പല്ലുള്ളത്? നബിലൊക്കെ എത്ര പല്ല? അപ്പോൾ ഒരുപോലെ. മുഖത്ത് കണ്ണെത്രയാ? 2. അതിൻ്റെ കണ്ണും 2 തന്നെ, ഒരുപോലെ തന്നെ. കാല് 2. പിന്നെ ഇന്ന് രാവിലെ എന്താന്ന് ചായക്കൂട്ടീന്? കട്ടൻ ചായയും ബിസ്ക്കറ്റും. അത് നബിക്ക് കിട്ടിയാൽ കൊടുത്താൽ തൂക്കൂലേ? ഹതി കൊടുത്താൽ എന്താ വ്യത്യാസം? എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു വ്യത്യാസം കാണാനില്ല. അപ്പം വ്യത്യാസമുള്ള ആ പോയിന്റ്, ആ ഖുസൂസിയത്ത് കാണാനുള്ള കണ്ണോ തലയോ ചിന്തയോ ബുദ്ധിയോ ഇവർക്കില്ല. എനിക്ക് ഇപ്പോഴത്തെ പുത്തനേക്കാരെ പോലെ തന്നെ. എന്നിട്ടാ പറയുന്നത് എന്താന്ന്? നഷ്ഹദു, നമ്മൾ അർത്ഥം പറഞ്ഞ് മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. അത് ചമ്പേ കളവാണ്. ഇന്നക ലറസൂലുള്ളാഹി എല്ലാം പ്രശ്നം കിടക്കുന്ന നഷ്ഹദു അവിടെയാണ് കളവ്. വഅലൈക്കും അസ്സലാം. അത് തൽക്കാലം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു കാലു എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഭയ കൺഫ്യൂഷൻ തീർന്നിപ്പോ. ذلك بأنهم آمنوا ثم كفروا فطبع على قلوبهم فهم لا يفقهون. ഇത് അവർക്കുള്ള തെറ്റെന്ന് പറഞ്ഞിട്ടതാ. ഇപ്പോൾ സാബിക്കോ ലായിക്കോ?
അപ്പം അതാണ് ഇത്തഹദു ഐമാനഹും ജുന്ന. അവരെന്താക്കും? കണ്ടമാന സത്യം ചെയ്യും. എന്തിനും സത്യം. സത്യത്തിൻ്റെ മൂല്യം കൂടെ കുറഞ്ഞു പോയി. ഓരോന്നിനും ഒരു മൂല്യമുണ്ടല്ലോ. ചില മൂല്യമുള്ള വസ്തുക്കളുണ്ട്. അതിൽപ്പെട്ടാണ് ഉപ്പ്. കണ്ടമാനം എന്തിനും ഒപ്പിട്ടാലും ഉപ്പിൻ്റെ മൂല്യം കുറയും അല്ലേ? വണ്ടിൻ്റെ ഇൻഡിക്കേറ്റർ അത് മൂല്യമുള്ള സാധനമാണ്. അല്ലെങ്കിൽ എന്താക്കും? ദുർവിനിയോഗം ചെയ്താലും ബേക്കിലെ വണ്ടിക്കാർക്ക് കുഴപ്പമായി കൂട്ടിമുട്ടലും ഗുലുമാലും അപ്പീസും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് കമ്പി അടിക്കൽ. പോസ്റ്റ് ഓഫീസ് ഇപ്പം കമ്പടി ഇല്ലാന്ന് തോന്നുന്നു. കട്ട് എന്ന് പറഞ്ഞാലും ഒരു വാർത്ത എത്തിച്ച് പോസ്റ്റ് ഓഫീസ് ഉണ്ടാകുമ്പോൾ കട്ട് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ പോയിട്ടില്ല. ഇപ്പം ഉണ്ടോ പോസ്റ്റ്? ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? എങ്ങനെ? അല്ലാ, അതല്ലേ അതൊരു ലോകത്താന്ന്. ഈ ഓരോ നൊക്കത്തൊക്കെ ഇങ്ങനെയാണ്. അതായത് അക്ഷരം ലിപി, അതിന് കൃത്യമായ ലിപി ഉണ്ടാവില്ല, വായിച്ചെടുക്കാവുന്ന ലിപിയില്ല അല്ലേ? പക്ഷേ ഇൻ്റർമീഡിയറ്റ് ഇംഗ്ലീഷ് പ്രാക്ടീസ് ബുക്ക് എന്നിട്ടൊരു ബുക്കുണ്ട്. അതിൻ്റെ അവസാന ഭാഗത്ത് ടെലിഗ്രാമിൻ്റെ കമ്പി അടിക്കുന്നതിൻ്റെ ഈ കുത്തും തുടയെല്ലാം വരുന്നതിൻ്റെ ഇസ്ലാഹത്ത് എൻ്റെ അടുത്തുണ്ടായില്ല. ഇപ്പം കാണുന്നില്ലല്ലോ എവിടെയും സാലിമേ. ഇംഗ്ലീഷ് അറിയാവുന്ന ഇപ്പോൾ അറിയാവുന്ന ആർക്കും തെളിച്ചു കൊടുക്കേണ്ടില്ലല്ലോ. അപ്പം ഈ കട്ടിൻ്റെ ഉണ്ടാകും മറ്റയാൾ എഴുതിയെടുക്കുന്നുണ്ടാവില്ല സ്പെല്ലിങ്. തൊട്ടതിനടുത്ത് സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി എന്നറിയുമ്പോഴാണെന്ന് ആരോ മരിച്ചതായി കണക്കാക്കിയിട്ട് എന്താക്കി ഇവന് ഇവിടുന്ന് എല്ലാം കൂടെ പെപ്പറളെ പൊട്ടിട്ട് പായും. നമുക്ക് കാര്യമൊന്നും ഉണ്ടാവില്ല. എന്നാ ചായം കടി കുടിച്ചിട്ട് പോകാമെന്ന് പറയുന്നു. അപ്പം ദുരുപയോഗപ്പെടുത്തിയപ്പോൾ എന്തായി? അതിൻ്റെ മൂല്യം കുറഞ്ഞ്. ഇതുപോലെയാണ് കണ്ടതിനും കടിയനും സത്യം. ഇത്തഹദു ഐമാനഹും ജുന്നത്തെന്ന. അവർക്കെന്താക്കുക? ഒരു കുറ്റകൃത്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ശിക്ഷാ നടപടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായിട്ട് എന്താക്കുക? സത്യത്തിന് പോയി. ഒന്ന്, അപ്പം കണ്ടമാനം സത്യം ചെയ്ത് സത്യത്തിൻ്റെ മൂല്യം കുറച്ച് കളഞ്ഞു. അതിൻ്റെ വിശ്വാസയോഗ്യത നഷ്ടപ്പെട്ടു അല്ലേ? അൽ ബയ്യിനത്തു ലിൽ മുദ്ദഇ വൽ യമീനു അലാ മൻ അൻകറ. ഒരു ഇസ്ലാമിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ തിയറി ഉണ്ട്. അതായത് ഒരു കോടതിയ നിയമം. ഒരാളെന്താകണം? ഒരു വാദം കൊണ്ടുവരികയാണെങ്കിൽ അയാളാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. ഇന്ന് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താക്കുക? നമ്മളിങ്ങോട്ട് പറയാൻ അന്യായം കൊടുക്കലെന്നാ പറയല്, പെറ്റീഷൻ. അയാളാണ് എന്തുകൊണ്ടങ്ങോട്ട് സാക്ഷി കൊണ്ടുവരേണ്ടത്. അപ്പോൾ സാക്ഷി കൊണ്ട് തെളിയിക്കപ്പെട്ട പിന്നെ മറുവശം ചോദ്യം തീർന്നു. ദേവം മാത്രം കൊണ്ടുവന്നാൽ ഇവനോട് ചോദിക്കുന്നു, ഓൻ പറഞ്ഞ ശരി തന്നെ വന്നു. അപ്പം ഇവൻ്റെ ശരിവെപ്പം എന്താക്കും? അത് അംഗീകാരമായി കണക്കാക്കും അല്ലേ? അപ്പം ഇവൻ ആരോപിച്ച ആരോപണം നിഷേധിക്കലാണെങ്കിൽ എന്താകും? നിഷേധിക്കുമ്പോൾ സത്യം ചെയ്യും. അല വലിയ മീനും അലാമൻ അങ്കറ. അപ്പം മറ്റവൻ കൊണ്ടുവരാൻ ഉള്ള സാക്ഷി എന്താണ്? തെളിവിന് ബയ്യനത്തിന് പകരമാണ് ഇവൻ്റെ മറുവശത്തെ സത്യം. അതായത് ഇസ്ബാത്തിൻ്റെ പോയിന്റിൽ, ഇസ്ബാത്ത് എന്നുള്ള സ്ഥിരീകരിക്കുന്നതിൻ്റെ പോയിന്റിൽ ബയ്യനത്ത് കൊണ്ടുവന്നതിന് പകരമാണ് നെഗറ്റീവ്, അതായത് നിഷേധിക്കുന്ന ഭാഗത്ത് സത്യം. മാഷകൾ ഉൾക്കൊള്ളുന്നുണ്ടാവുമല്ലോ. ഇതൊന്നും ഇവിടെ പറയേണ്ട വേദിയല്ല. ആ പറയേണ്ട വേദി വേറെ ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ ക്ലാസ് എടുത്ത് കൊടുക്കാം. അപ്പം അത്രയും അംഗീകാരമുള്ള സത്യത്തിന് എന്താക്കി? ഇവർ എല്ലാത്തിനും കഴിച്ചിലായി തടിയൂരാൻ വേണ്ടിയുള്ള മാർഗമാക്കി ജുന്നത്തൻ. 2, ഫസദ്ദു അൻ സബീലില്ല. അള്ളാഹിൻ്റെ സബീലിനെ തൊട്ട് മറ്റുള്ള ആളെ തടയുകയും ചെയ്യും. 2, മുസ്ലിം ആകുന്ന ആളെ മുസ്ലിമാകാൻ വിടൂല. അപ്പം ഇവർ ചെയ്ത തെറ്റിൻ്റെ പകരം എന്തായി എന്നറിയോ? അതാണ് ذَلِكَ بِأَنَّهُمْ آمَنُوا. അതാതിൻ്റെ നാമമാത്രമായി വിശ്വസിച്ചു. സുമ്മ കഫറു, പിന്നീട് കാഫിറാകുക. അപ്പോൾ ഈമാൻ നിഷേധം കൊണ്ടെന്താ? ഒരു തരം കളി. കൽബിന് തബഅ വന്നതാണ്. അല്ല പടക്കുമ്പോൾ തന്നെ തബയോട് പടച്ചല്ല നമ്മൾ പറഞ്ഞില്ല. അത് ലാഹിക്കാണ്. അതായത് ഒരു തെറ്റിനെ തുടർന്ന് ഉണ്ടായ അനന്തര ഫലമാണ് അതിൻ്റെ എന്താ പറയുക? കോൺസിക്വൻസ്. അതുകൊണ്ട് ആ കൽബിൻ്റെ ഫക്കാഹത്ത് പോയി. അപ്പഹും കൽബിനുള്ള ഒരു കാര്യമാണ് ഫക്കാഹത്ത്. ഫക്കാഹത്ത് എന്ന് പറഞ്ഞാൽ കൽബിന് ഒരുപാട് പണിയുണ്ട്. ഭയങ്കര ഡ്യൂട്ടിക്കാരനാണ് ശരീരത്തിൻ്റെ അവയവങ്ങളിൽ. അതിന് മനുഷ്യൻ്റെ കൽബ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഡ്യൂട്ടിയാണ്.
നമ്മൾ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ട് നമുക്ക് തിരിയാത്തോണ്ടാണ്. ഒരിക്കൽ അത് അനാലൈസ് നോക്കിയാൽ തിരിയും. അപ്പം കൽബിലുള്ള ഒന്നാണ് ഫഖാഹത്ത്, അതായത് കാര്യത്തിൻ്റെ തിരുപാട്. അതായത് എൻ്റെ നിജസ്ഥിതി അറിയുക എന്ന് പറഞ്ഞൊരു തിരുപാടുണ്ടല്ലോ, അതിനെ തിരുപാട് എന്ന് പറയുന്നു ഫഖാഹത്ത്. അപ്പോൾ ആ ഫഖാഹത്ത് നഷ്ടപ്പെട്ടെന്തുകൊണ്ടാണ്? തബ കൊണ്ട് ഫതുബിയ. അതാ ആദ്യം ഇമാം കൊണ്ട് കളിച്ച്, അപ്പോൾ ഫതുബിയ അവിടെ ഫാ കൊടുത്തു, തുബിയനെ തുടർന്നിട്ട് ഫഹും ലായഫും രണ്ടാമത് ഫാ കൊടുത്തു. അപ്പോൾ ഫഖാഹത്ത് നഷ്ടപ്പെട്ടു കൽബിൻ്റെ. എന്ത് കാരണത്താൽ? തുബിയ കൊണ്ട്. അതായത് അതിലൊന്നും കയറാത്ത രീതിയിൽ ഒരു ജമാഅത്തിൻ്റെ ഹുക്കുമിലായി. ഈ മരത്തിനോട് എന്തെങ്കിലും പറഞ്ഞു അതെല്ലാം പറഞ്ഞു കൊടുത്തല്ലോ ഉപദേശം ചെയ്തോ, ഇതെന്തെങ്കിലും എഫക്റ്റ് ചെയ്യോ? എന്തെങ്കിലും കുഴപ്പമുള്ളത്? ജമാഅത്തിൻ്റെ ഹുക്കുമിലാണ്. ഇതിനെന്തില്ല? കൽബുമില്ല. കൽബിനുള്ളതാണെങ്കിൽ ഉണ്ടെന്ന് സംബന്ധിച്ചാൽ തന്നെ ഫഖാഹത്തും. അപ്പോൾ സാധാരണ മൃഗം ജീവിക്കുമ്പോൾ ജീവിക്കുക, അതിൽ കവിഞ്ഞ് പ്രത്യേകിച്ചൊന്നുമില്ല. അത് തന്നെയാണ് പുത്തനാശയം തലക്ക് കയറിയാലുണ്ടാകല്. ആദ്യം തുടങ്ങലേ എഴുന്ന് ലഭിതങ്ങൾ മുതൽ ആക്ഷേപം തുടങ്ങുന്നത് അയിമത്തിൻ്റെ മുതൽ എല്ലാത്തിലേക്കും. അപ്പം തടിയും മണ്ണെല്ലാം ഉഷാറുണ്ടാവും. അതൊന്നും ഉദ്ദേശിക്കുന്ന وَإِذَا رَأَيْتَهُمْ تُعْجِبُكَ أَجْسَامُهُمْ وَإِنْ يَقُولُوا تَسْمَعْ لِقَوْلِهِمْ كأنهم خشب مسندة يحسبون كل صيحة عليهم هم العدو فاحذرهم قاتلهم الله أنى يؤفكون. മുനാഫിക്കുകളെ പറ്റി പറയാനെല്ലാം പറഞ്ഞു. ഇനി وإذا قيل لهم تعالوا يستغفر لكم رسول الله لووا رؤوسهم فرأيتهم يصدون وهم مستكبرون. അവിടെ ധാന്യവിധങ്ങളുടെ പദവി അംഗീകരിക്കില്ല എന്നാണ്. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, തആലു ബാ മക്കളെ ബാ ബാ, ക്ഷണിക്കുന്ന വാക്കാണ് തആലു ബാ, യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അല്ലാഹു റസൂൽ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലും, ബാ വരി തങ്ങളടുത്ത് പോവാന്ന്. അത് പിന്നെ അള്ളാഹ് പൊറുക്കാൻ അള്ളാഹ് ഗഫൂറുർ റഹീമല്ലേ. ഗഫൂർ റഹീമായ അള്ളാഹ് പൊറുക്കണമെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ വേറെ ആളെ മുനാജ അതൊരു മുനാജിൻ്റെ ആവശ്യം? അന്നല്ലാഹ് ഗഫൂറുർ റഹീം, അള്ളാഹ് ഗഫൂർ റഹീം എന്ന് നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാലെന്താവും? അള്ളാഹ് പൊറുക്കും. പൊറുപ്പില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതിനാണ് പറഞ്ഞത് വലൗ അന്നഹും ഇളമു അൻഫുസഹും, ഇതിൻ്റെ വാക്യം എന്താ? ജാഊക വസ്തഗ്ഫറല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീം. ലൗന ജവാബ് ഇവിടെ വന്നത് ഇവിടെ ലവജദുല്ലാഹ തവ്വാബർ റഹീം എഴുതി. ഇവരേതായാലും ഒരുപാട് ദുൽമ ചെയ്ത് ഇളമു അൻഫുസഹും, ദുൽമ ചെയ്യാൻ പല ദുൽമും ചെയ്തിട്ടില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അള്ളാഹ്ക്കും അറിയാം, ജനങ്ങൾക്ക് അറിയാം, ഓർക്ക് തന്നെ അറിയാം. ദുൽമ സുബൂത്തായി. ഇനി എന്ത് വേണം? ലൗ ജാഊക, തങ്ങളടുക്കിലേക്ക് വരണം. പോയിന്റ് അടയാളപ്പെടുത്തുക. എന്നിട്ടോ വസ്തഗ്ഫറുല്ലാഹ, ഓർ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലട്ടെ. പൊറുക്കണ്ട അല്ല തന്നെയാണ് പണി രണ്ട്. എന്നിട്ടോ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, ഇവർ ഇസ്തിഗ്ഫാർ സ്വീകരിക്കണമേ, പുറത്തു കൊടുക്കണമേ, തങ്ങളെന്താക്കി ഇവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെല്ലുക അല്ലേ? എന്നാൽ പിന്നെ ആദ്യം മുനാജ വേണ്ടെങ്കിൽ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ എടുത്ത് കളയണം. ഇത് പരക്കി എന്നിട്ട് എന്താക്കുക? അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെയും തോച്ചിട്ട പോലെ അത് പറ്റൂല. തങ്ങൾ കേൾക്ക് വരെ തന്നെ വേണം. വന്നിട്ട് തങ്ങൾ അതിൽ ഇടപെടണം. ഇവർ ഇസ്തിഗ്ഫാർ എൻ്റെ അടുക്ക് വന്നിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ട്, അവർക്ക് പുറത്തു കൊടുക്കണം. എന്നാൽ ലൗന ജവാബടെന്ന് ലവജദുല്ലാഹ തവ്വാബുർ റഹീം. തവ്വാബുർ റഹീമായിട്ട് അള്ളാഹിനെ കിട്ടണേ ഇപ്പണി എടുക്കണമെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ മുത്തലക്കാറ്റ് അള്ളാഹ് തവ്വാബുർ റഹീം തന്നെ അല്ലേ? എന്താ സൽമ പറയുന്നത്? പടപ്പുകളെ പഠിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹു തവ്വാബുർ റഹീം അല്ല. അള്ളാഹിന്റെ സിഫത്ത് എന്താന്ന് അസലിയും കദീമും അല്ലേ? അന്നുള്ള കാലത്തെ സിഫാത്തുണ്ടല്ലോ. അഫാല തഅല്ലുഖ് വയ്യ വരും, അല്ലോട് തഅല്ലുഖ് കദീമാന്ന് പറഞ്ഞത്.
താലൂക്ക് ഹദീസ് അല്ല, പിന്നെ ഈ മുത്താലൊക്കെ ഹദീം വേണ്ടി വരില്ലേ? ഇപ്പം തിരിഞ്ഞാ? അപ്പം മാത്രമല്ല, ഇവരെ ചെയ്ത ദുൽമല്ലാതെ എണ്ണി, ഒരുപാട് എണ്ണി. എന്നാൽ ഇത്തര ഗുണം കെട്ടവരാണെങ്കിൽ ഇപ്പണി എടുത്താൽ എന്താക്കും? മഫ്റത്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. തങ്ങളൊന്ന് പറഞ്ഞു കിട്ടിയാൽ മതി. അത് പറയിക്കാൻ വേണ്ടി പോകാന്ന് വിളിക്കുമ്പോൾ ലബ് ദിവസം കേട്ടോ, യുക്കാനിക്കോ വറഅയ്തുഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. പോവുകയും ചെയ്യില്ല, പോകാൻ വിടുകയും ചെയ്യില്ല, കീബറും കാട്ടി നടക്കും. ഇനിയോ വേണ്ടെന്ന് വെച്ചല്ലോ, ഇനി തങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ഇല്ലെങ്കിൽ ഓരോ കാര്യത്തിൽ സ്വീകരിക്കൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തങ്ങളെ തള്ളിയെന്നല്ല അർത്ഥം. സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. തങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാലും ചൊല്ലിയിട്ടില്ലെങ്കിലും അന്ത പുറത്തു കൊടുക്കില്ല. അതിൽ തന്നെ തങ്ങളുടെ പദവിയെ തള്ളിപ്പറഞ്ഞു. പോകാൻ കഴിയാത്തവരെ പറ്റിയിട്ട് പറഞ്ഞില്ല. ഇവർക്കാക്കിയ കയ്യായിട്ടം ഉടനെ വന്നിട്ടാണ് ഇത്. ബാക്കിയെല്ലാത്തിനും കഴിയുന്നുണ്ടല്ല, ഇവിടെ മാത്രമേ കയ്യായിട്ടം വന്നത്. എന്താണ് അതെ കേട്ടോ? അവർ ഫാസിഖീങ്ങളാണെന്ന് അല്ലാഹു തആല തെളിയിച്ചുകൊണ്ട് പറഞ്ഞു. ലാ യഹ്ദീഹിമുല്ലാഹു എന്നല്ലല്ലോ പറഞ്ഞത്. അൽ ഖൗമുൽ ഫാസിഖീൻ ലാഹിറ ഇസ്മ എടുത്ത് വെച്ചത്. ഇതുകൊണ്ടല്ലോ അവരെ ഫാസിഖീങ്ങളായിട്ടുണ്ട്. ഇനി ഒന്നും അറിയാൻ തോന്നുന്നില്ല. ഇനിയെന്താ? അസ്ഹാബിമാർ തള്ളിപ്പറയോ? അതിൻ്റെ എല്ലാം ബാക്കി പത്രം ഇപ്പം നടക്കുന്ന പുത്തനാശയം എന്ന് പറഞ്ഞ സാധനം കുറ്റം കെട്ട വിഭാഗം അസ്ഹാബിമാരെ കൊണ്ടുപോലും പോലും ഞാൻ പറഞ്ഞതാ. هم الذين يقولون لا تنفقوا على من عند رسول الله حتى ينفضوا. سالمود هم الذين يقولون لا تنفقوا على من عند رسول الله حتى ينفضوا ولله خزائن السماوات والأرض ولكن المنافقين لا يفقهون. ഇവർ മനസ്സിലാക്കിയത് നബിതങ്ങളെ വാക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടുന്ന ചില ആനുകൂല്യങ്ങളും ചില ചോറും കഞ്ഞിയും ഇതെല്ലാം ഉണ്ടാകുന്ന തങ്ങളൊക്കെ കൂടുതലാണ്. അപ്പം നാട്ടിലൊന്നും തിന്നാനും കുടിക്കാനില്ലായിട്ട് ആ നാട്ടിൽ സമ്പാദ്യം മുഴുവനും ഒഴിവാക്കി ഉടുത്ത തുണിയും ഹേമയിലുള്ള തട്ടം മാത്രം ഉണ്ടാവും. ബാക്കിയെല്ലാം ചാടിയിട്ട് മിന്നലോതിയില്ലേ ഉഹ്റജും ഇന്ത്യാരിയും വംവാലിയും. എന്നിട്ട് തങ്ങളെ വക്കുന്ന ഫക്കീർമാർ കൊണ്ടേക്കുന്ന ഓരി കിട്ടിയിട്ടാണ് ഇവർ ജീവിക്കാൻ. ഇവർ മനസ്സിലാക്കിയതാ തങ്ങളെ വക്കുന്നത് അവിടെ നക്കാപ്പിച്ച കിട്ടാനുള്ള ഇടവെച്ചണ്ട അതുകൊണ്ട് ആരും കൊടുക്കണമെന്ന് പറയും. എന്നാൽ എന്താ ഒഴിഞ്ഞു പോകും. അങ്ങനെ ഒഴിഞ്ഞു പോകുന്ന ഇവർ മനസ്സിലാക്കിയത്. പക്ഷെ ഒഴിഞ്ഞു പോകാത്ത എന്തുകൊണ്ടാണ്? തങ്ങളായി മനസ്സിലാക്കിയിട്ടുണ്ട്. തങ്ങൾ ഫല്ലും ഖലീലുമായി പോയെങ്കിൽ ഫലം വന്നു. അപ്പം പോകാത്തത് ഫല്ലും ഖലീലും ആവാത്തത് കൊണ്ടാണ് എടുക്കുന്നത്. ചില്ലറ സംതിങ് കിട്ടുന്നത് കൊണ്ടല്ല. മാറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടും പട്ടിണിയായിട്ടും ദാരിദ്ര്യം സഹിച്ചിട്ട് നിൽക്കുന്നത് തങ്ങളെ മഹിമ മനസ്സിലാക്കിയിട്ടാണ്. അതിവിടെ ചോർത്താനാർക്കും കഴിയില്ല. ഇവർ പറഞ്ഞ് ചിലവ് കൊടുക്കണമെന്ന്, ഇന്നെന്താ കൊഴിഞ്ഞ് പോയിക്കോളൂന്ന്. അപ്പോൾ ഈ ചിലവ് കിട്ടാൻ കഞ്ഞുടിക്കാൻ വേണ്ടി അസഹാന്മാർ തങ്ങളെ കൂടെ കൂടുന്നതാണ് മനസ്സിലാക്കിയത്. ഇതല്ല പോയത്തക്കാരെന്ന് പറഞ്ഞ സാധനം എന്താ മനസ്സിലാകാത്ത? ഓരൊക്കെ പിരിഞ്ഞു പോയിക്കോളൂ, തങ്ങ ഒറ്റക്കാവുന്നാണ് ഇവർ പറഞ്ഞത്.
يقولون لئن رجعنا إلى المدينة ليخرجن الأعز منها الأذل ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يعلمون. ഏതാ മദീനയിലെത്തിച്ച് കാണിച്ചു കൊടുക്കാന്നാണ്. ഇവിടെ മുന്തി ഒരാളുണ്ട്, അതിൽ മുനാഫിക്കിൻ്റെ തലവേ സ്വയം പേരിട്ടത് ആയത്ത് നബിതങ്ങളെ പറ്റി എന്ന് പറഞ്ഞ് അതല് അല്ലേ. പക്ഷേ അള്ളാഹ് പറയുന്ന ആയത്താരാന്ന് പിന്നെ നമുക്ക് തീരുമാനിക്കാം. പറഞ്ഞ ബാക്കി ശരിയാണ്, കാരണം ആയത്താരാ നബിതങ്ങൾ അതല്ലാരാന്ന് മറ്റോന്. അപ്പോൾ ആയത്ത് അതല്ലേ പുറത്താക്കുമെന്ന് പറഞ്ഞാൽ നബിതങ്ങൾ ഇവരെല്ലാം പുറത്താക്കുന്നായി. ആ അള്ളാഹ്ക്കോ റസൂലിൻ്റെ മുഅ്മിനീങ്ങൾക്കാണ് ഇസ്സത്ത് എന്ന്, പക്ഷെ അത് മനസ്സിലാക്കില്ല. ഇനി ഒരു പൊതുവെയുള്ള ഉപദേശമാണ്. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. അത് അള്ളാഹ് പറഞ്ഞാന്നേ ഒന്ന് കേട്ടെന്ന്. മനുഷ്യന്മാർ മരിക്കാൻ കിടക്കുമ്പോൾ അവർക്ക് ഒറ്റ ആവശ്യം ഉണ്ടാവുള്ളൂ, വേറെ ആവശ്യങ്ങളൊന്നുമില്ല. എൻ്റെ കുഞ്ഞ് മോനുണ്ട്, കഴിഞ്ഞ മാസം പ്രസവിച്ചാൽ അതിനൊന്ന് കണ്ടോട്ടെ എന്ന് അവസരം ചോദിക്കൂല, കാണാൻ തന്നെ ഇരിക്കും. അല്ല എൻ്റെ ഭാര്യ ഉണ്ട് അപ്പുറം, ഒന്ന് ഒറ്റ നോക്കി അവർ സലാം പറയാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടില്ല. കഞ്ഞാട വിളമ്പിച്ചിട്ടുണ്ടെങ്കിൽ കുടിച്ചിട്ട് പോകാം, അത് സമ്മതിക്കൂല. എല്ലാം അന്ന് ചോദിക്കൂല. ചോദ്യം ഉണ്ടോ ഒരു വിഷയത്തിൽ? ഒരല്പസമയം ആയുസ് നീട്ടി തന്നോ. ഇവിടെ 60 കൊല്ലം ജീവിച്ചാലാണ് ഇവിടെ എത്തുമ്പോൾ ഒരു മിനിറ്റിന് ആവശ്യം വന്നത്. ചുരുങ്ങിയ 60 കൊല്ലം എന്താക്കി 24 മണിക്കൂർ 1440 മിനിറ്റ് ഓരോ ദിവസം കിട്ടിയാലാണ്. ഇപ്പോൾ എന്താകുന്നത്? ഒരു മിനിറ്റ് കൊണ്ടാപ്പോൾ ഒരു സെക്കൻഡ് മതി. അജലും കരീമിന് ഇമാം ഗസാലി തങ്ങൾ കൊടുത്ത് വ്യാഖ്യാനത്താണ് ഒരു സുബ്ഹാനല്ലാഹി ചൊല്ലേണ്ട കതിരുന്നു. ഒരു സുബ്ഹാനല്ലാഹി എന്ന് വൃത്തിയിലൊന്ന് പറയാൻ എത്ര സെക്കൻഡ് വേണം? എന്നാൽ അത് വൃത്തി പറഞ്ഞിട്ടുണ്ടാക്കുക സുബ്ഹാനല്ലാഹ് ആഖിറത്തിലേക്ക്. അപ്പം ലോകത്ത് നൂറുകണക്കിന് ആവശ്യങ്ങൾ നിർത്തി വെച്ചുകൊണ്ട് അതൊന്നും ആവശ്യപ്പെടാതെ ഒരു സുബ്ഹാനല്ലാഹി ചെല്ലാനുള്ളൊരു കതിർ എനിക്ക് വേണം. എന്നാൽ ആ കിട്ടിയ ഇടവേളയിൽ എന്താക്കുക? ഒന്നേക്ക് ദിക്റില്ല, അല്ലെങ്കിൽ 10 റുപ്യ എടുത്തിട്ട് സാധുവിന് കൊടുക്കുക, ഫാസത്താക്കാം. മറ്റൊരു സ്ഥലത്ത് എന്താ തോബ ചെയ്തോളാം. അപ്പോൾ ഇപ്പോഴാണ് സമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി. ഇപ്പോൾ മഴ പെയ്യുമ്പം വെള്ളത്തിൻ്റെ മൂല്യം മനസ്സിലാവില്ല. കുറേ കൊല്ലത്തിന് മുമ്പ് വെള്ളക്ഷാമം ഉമ്മറാത്തിക്കൽ ഓർമ്മ ഉണ്ടാവും. 1972 പോത്ത് കിടക്കുന്ന നേതാവ് കൊണ്ടിന്നെന്താക്കും? ജനങ്ങൾക്ക് സഹായം ചെയ്യേണ്ടതെന്നിട്ട് ഒന്ന് ചപ്പടിയാക്കണ്ടേ? താങ്കൾ ലോറിയിൽ വെള്ളം കൊണ്ടുവരും. ആ വെള്ളം എന്താണെന്ന് എവിടെയോ പോത്ത് കിടന്നിട്ട് ഇങ്ങനെ ഉരുളുന്ന വെള്ളം ഇരിക്കും. എൻ്റെ രേഖകളിൽ ലോറി പോകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, മന്നക്ക പള്ളിനാട് മുതൽ സഹകരണ ആസ്പത്രി വരെ ക്യൂ നിന്നത് തൂക്ക് പാത്ത് വഹിച്ചു. ഏട്ടാ കട്ടൻ്റെ ആച്ചാണ് ഏട്ടാന്ന് വിളിച്ചാലേ അവൻ വെള്ളം തരുള്ളൂ. ഏട്ടനല്ലാത്ത ആൾ ഏട്ടനെ വിളിച്ചു. ഇത് എത്ര കാലം റബ്ബേന്ന് വിളിച്ച പഠിച്ചവനെ പോലും റബ്ബേന്ന് വിളിക്കൂല. ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി. അതിനെന്താക്കും? നടക്കാൻ കഴിയുന്ന 2 വയസ്സുള്ള കുട്ടികൾ മുതൽ നടക്കാൻ കഴിയാത്ത തൊണ്ടിമാറ് വരെ ബടിയും കുത്തിയിട്ട് വന്ന് തൂക്കുപാത്രയിച്ചു. അവർക്ക് ഇന്ന വെള്ളം സ്വീകരിക്കാൻ വെള്ളത്തിൽ കൊടുത്തിട്ട് ഇല്ലാന്നിങ്ങനെ കാട്ടുമ്പോഴേക്ക് കരഞ്ഞും കൊണ്ട് മറുപടി. ദാബിലെടുത്ത് ഒന്നുകൊണ്ട് നമ്മൾ ഇഷാവരെ നിൽക്കിച്ചിട്ടുണ്ട്, ഒന്നുകൊടുക്കാൻ വെള്ളം കിട്ടിയിട്ട്. അപ്പം വെള്ളത്തിൻ്റെ മൂല്യം മനസ്സിലാവും. ഇവിടെ തുറന്ന് ഇളക്കിയിട്ട് കൊണ്ട് ആക്കുന്നുണ്ടല്ലോ പള്ളിയിലെ വെള്ളം. എന്താ മനസ്സിലാക്കിയ?
കാക്കിൽപ്പുറത്തോട് മാങ്ങെടുക്കുന്ന കാലത്ത് അവിടെ നിന്നൊന്നും കൊടുക്കില്ല പോലും. തൊട്ടപ്പനുണ്ട് തെക്കാവിൻ്റെ വലിയൊരു കുളം, ആ കുളത്തിൽ പല ഒന്നും ഉണ്ടാക്കല്. ഇന്നെന്തുണ്ട്, വെള്ളം നഷ്ടപ്പെടില്ല, വെള്ളം അവിടെ തന്നെ ഉണ്ടാവും, ഒന്നും പാടായിട്ട് പോകുന്നുമില്ല. അത്രയും സൂക്ഷ്മതോടാണ് നവതര വെള്ളം ഉപയോഗിക്കരുത്. ദർശനം വന്ന് ദർശനം തെക്കാവിലേക്ക് മാറ്റിനി. ഇവിടെ എന്താണ്, കാട്ടിലെ മരമുണ്ട്, തേവര അരിയുണ്ട്, വലിയ തന്നെ പള്ളി ടാപ്പങ്ങ് തുറന്നു വെച്ചിട്ട് പോവുക തന്നെ. ഞങ്ങളുടെ കാസർഗോഡൻ ബൈക്ക് ജലാലിയൊക്കെ പോകുമ്പോൾ ഒരു പള്ളിയിൽ മൂത്രിക്കാൻ കഴിയും. നോക്കുമ്പോൾ മൂത്രച്ച ഉള്ളിലെ ടാപ്പിൽ നിന്നെല്ലാം വെള്ളം പോകുന്നു. ഇതാടെ ഇല്ലാത്ത വർഷം തുറന്നിളക്കിയിപ്പോൾ എന്താ തുറന്നാട്ടൻ്റെ പൂട്ടിക്കൂടെ, വെള്ളം ഇല്ലാന്ന് കണ്ടാൽ എല്ലാം പൂട്ടി പന്താക്കി. മറ്റു സ്ഥലത്ത് പോയി നോക്കുമ്പോൾ കേൾക്കുന്നന്ന് ടാങ്കിൽ ഓവർഫ്ലോ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നു. വെള്ളം ഇങ്ങനെ പോകുന്നു. ആ പാട ഒരു നേരത്തെ പോയിട്ടുണ്ടെങ്കിലേ ഞാൻ പറഞ്ഞ് ഇത് പോകുമ്പോൾ മോട്ടറൊന്ന് ഓഫാക്കിക്കൂടെ. എനിക്ക് ചൊല്ലിക്കൊടുക്കലാ പണി, അതൊന്നും എൻ്റെ പണിയല്ല. എന്താ ചൊല്ലിക്കൊടുക്കുന്നത്? നിങ്ങൾ എന്താ ചൊല്ലിക്കൊടുത്തേ? നമ്മൾ പോയിട്ട് മോട്ടർ ഓഫാക്കി നോക്കുമ്പോൾ എന്താണ്, സെബിക്കാരങ്ങിയിട്ട് മുക്കരിക്ക ഓണാക്കിയിട്ട് പോയാൽ 100 കന്നിലും ബന്ധാക്കി. അന്നേരം വെള്ളം ഷാഗി നിറഞ്ഞാലും നിരക്കുള്ള, നിറഞ്ഞിട്ടില്ലെങ്കിലും നിരക്കുള്ള, ഓവർഫ്ലോ ചെയ്താലും നിരക്കുള്ള. ഇതാണ് കാനേശ്വരന്മാർ കണക്കെടുക്കുന്ന ഒരു പഞ്ചായത്ത് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു മാട്ടൂരി. അയാൾ പറയും, എനിക്ക് മാപ്പിളാറ പുര കണ്ട വേഗം തിരിച്ചു. 2 ലക്ഷണം. ഒന്ന്, നട്ടുവച്ച സമയത്ത് ടെറസിൻ്റെ മുകളിൽ ഏറ്റെത്തുന്നുണ്ടാവും, അത് മാപ്പിളാറ പുരയെന്ന് മനസ്സിലാക്കാം. മറ്റൊന്ന്, ടാങ്കിൽ നിന്ന് വെള്ളം ചൂരുന്നുണ്ടാവും. അത് വെള്ളത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി തരൂ. ഇത്രത്തോളം ഒതുവിൽ ചിലവാക്കി ഒതുവിന് കൂലി കിട്ടുമെന്ന് വിചാരിക്കുന്നത്. ഒതുവിൻ്റെ ബാബിൽ 100 മുസ്തഹബാത്താണ് അഹമ്മദ് സാലിഹ് ഉസ്താദ് റിക്കാർഡാക്കിയത്. ചിക്കൻ്റെ കിതാബ് എഴുതിയിട്ട് 100 മുസ്തഹബാത്ത് അതിൽ ഒതുവിന്. ഇതെല്ലാം കൂടെ കൂടുമ്പോൾ അത് ഇസ്ബാഖുൽ ഒതുവിൻ്റെ ഫളായിൽ കിട്ടുക. അത് കോലാലും ഫീലാലും പലതും ഉണ്ട്. അത് ഓരോന്നും മൈനസ് വരുന്നതോറും എന്താവും, സവാല് കുറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. ഒരൊറ്റ ഒതുണ്ടായാൽ മതി മനുഷ്യൻ നന്നാകാൻ, അതിൻ്റെ അപ്പുറമൊന്നും വേണ്ട. എന്താ, അലാമുനബിയക്കും അലാമ യംഹുല്ലാഹു ബിഹിൽ ഖതായ വയർഫഉ ബിഹിൽ ദറജാത്ത്. ദോഷങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കാൻ ഉതകുന്ന ചില കാര്യം, നിങ്ങൾ ദറജ വർദ്ധിപ്പിക്കാനും ഉതകുന്ന കാര്യം, 2 കാര്യമാണ് നേടുന്നു അല്ലേ നരിമി? ഒന്ന് മഹവുൽ ഖതായ, മറ്റൊന്ന് റഫഉ ദറജാത്ത്. ഖാലൂ ബലാ യാ റസൂലല്ലാഹ്. 3 കാര്യം പറഞ്ഞാൽ ഇസ്ബാഖുൽ വുദൂഇ അലൽ മക്കാരി. 3 പൂർത്തിയാക്കി എടുക്കുമ്പോൾ എന്തായെന്നറിയോ, ദറജ ദോഷങ്ങൾ കഴുകി വൃത്തിയാക്കുകയും ചെയ്ത് ദറജ ഉയരുകയും ചെയ്തു. പക്ഷേ എപ്പോഴാണ് അതിൽ മക്റൂഹാത്ത് മുങ്കറാത്ത് വന്നായി ഫലം നടക്കൂല, അതിൻ്റെ പവർ പോയി. അതിൽപ്പെട്ടാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് വെള്ളത്തിൻ്റെ ഇസ്റാഫ്. എന്നിട്ട് പള്ളിയിലെ വെള്ളം ലോക മുസ്ലിം, ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങളുടെ ഹക്കാന്നത്. ഇവൻ്റെ സ്വന്തം കുത്തകയല്ല. സ്വന്തം കുഴിച്ച കണ്ടല്ലേ, അല്ലെങ്കിൽ തടാകത്തിൽ പോയാൽ എന്താകും, അവിടെ മറ്റൊരാൾ ആദമീൻ്റെ ഹക്കില്ല എന്ന് വെച്ചാൽ ഇസ്രാഫായിട്ട് വരും. പക്ഷെ ഇവിടെ ആദമീൻ്റെ ഹക്കും ബന്ധം. ആദമീൻ്റെ ഹക്ക് ബന്ധപ്പെടുന്ന എങ്ങനെ തിരിയല്? കൃഷിയിടത്തിന് എത്രയാണ് നെല്ല് ഗോതമ്പ് വെള്ളത്തിൻ്റെ സക്കാത്ത്? എത്രയാണ് നാളിമ? ഉഷറിൻ്റെ 10% 10%. 10%, അതായത് മിസാലിന് 100 ഉണ്ട്, 100-നോട് ഹിസാബത്തുമില്ല, എന്നാലും 100 സങ്കല്പിച്ച 10 ഇപ്പം കൊടുക്കണം, കൃഷിൻ്റെ സക്കാത്തയച്ച് കൊടുക്കണം. പക്ഷെ അതാ കൃഷി എങ്ങനെ ഉണ്ടായി എന്നൊരു നോക്കലുണ്ട്. അവിടെ ചിലവില്ലാണ്ട് മഴ പെയ്തുകൊണ്ടോ പുഴയിലെ വെള്ളം കൊണ്ടാണെങ്കിൽ അത് 10-1. അതിന് വെള്ളം തേവിയിട്ടോ അതിന് ചിലവിട്ടിട്ടോ കറണ്ടിന് പൈസ കൊടുത്തിട്ടോ ആക്കിയാണെങ്കിൽ പകുതി കൊടുക്കുന്നുണ്ട്. അപ്പം ഫുഖറ മസാക്കിൻ്റെ അവകാശത്തിൽ നിന്ന് നേരെ പകുതി കട്ടാക്കിയിട്ടാണ് ഇവർക്ക് ആനുകൂല്യം വെച്ചു കൊടുത്തത്. 20 5% കൊടുക്കുന്നുണ്ട്. അപ്പം ചോദിക്കും 2 ഉണ്ടെങ്കിലോ? അപ്പം ശതമാനം നോക്കണമെന്ന് പറഞ്ഞു. ഈ കൃഷി കൊയ്യാനാകുന്നത് വരെ 6 മാസത്തെ പണിയാണെങ്കിൽ എത്ര മാസം പുതുവെള്ളം കൊണ്ട് കിട്ടി, എത്ര മാസം ഇവൻ അടിച്ചെന്ന് ശതമാനം നോക്കിയിട്ട് ഈ 10% ഓഹരി വെക്കണം. ചിലപ്പോൾ 5% എന്താ 6 ആകും, 7.5 ആകും, പല കൊല്ലത്തിലും വരും.
ശതമാനം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നു. എങ്ങനെയായാലും ഫുഖറായിൻ്റെ ഹക്കിൽ നിന്ന് അടർത്തി എടുത്തിട്ടാണ് എന്താക്കുന്നത്. അപ്പം വെള്ളത്തിന് മൂല്യമുണ്ട് അവിടെ. ഈ മറ്റെന്താ ഗ്യാസിൻ്റെ എല്ലാം മാതിരി ഈ നല്ല വിലയിടുകയാണെങ്കിൽ എത്രയൊക്കെ ശ്വാസം കഴിക്കാനും വായു ഉണ്ടാകും, എത്രയൊക്കെ കുടിക്കാൻ വെള്ളമുണ്ടോ പറഞ്ഞിട്ടെ. ഒരു ലിറ്ററിന് ഇത്ര പൈസ എന്ന് കിട്ടിയാൽ ഏതാണ്ട് അതിൻ്റെ മൂല്യം കൊടുക്കുന്നില്ല, പുറത്തുനിന്ന് മൂല്യം കൊടുക്കുന്നുണ്ടല്ല. വെള്ളത്തിൻ്റെ പൈസ, കറണ്ടിൻ്റെ പൈസ എന്നിട്ടും പൈസ എടുക്കുന്നില്ലേ. പള്ളിയിൽ ആരാൻ്റെ അതാണ് തുറന്നിളക്കുന്നത്, തുറന്നടപ്പിച്ചിട്ട് ഫുൾ ഇതിൽ തോന്നി പല്ലടക്കുന്നുണ്ട്. ഈ പല്ലടക്കം ഒഴുകുന്ന വെള്ളം ആർക്ക് വേണ്ടിയിട്ടാണ്? ഇനി മറ്റുള്ള ആളെ അവകാശത്തിൽ എല്ലാവർക്കും ഒന്നു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഇവൻ്റെ സുന്നത്തായ അമൽ ഇവൻ്റെ എടുത്തുകൂടല്ല. 3 വട്ടം കഴുകുന്നത് ഒന്നാക്കി ചുരുക്കേണ്ടി വരില്ലേ. സാലിമ പറ, മസാല പറ. എനിക്കും ദാരിമിക്കും 3 ആൾക്ക് ഉള്ളൊരു വെള്ളമാണ്. അപ്പം ഞാൻ കൂടുതലെടുത്താൽ എന്താകും, ദാരിമിൻ്റെ അവകാശം കുറയും, അല്ലെങ്കിൽ സാലിമിൻ്റെ അവകാശം കുറയും. കണ്ടാൽ 3 എണ്ണം കഴുകേണ്ടത് ഒന്നുകൊണ്ട് ചുരുക്കണം അല്ലേ. ഇതപ്പോൾ തട്ടാണ്ട് പൊട്ടാണ്ട് പൊളിയാണ്ട് നടക്കുന്നിരുന്ന സാധനം. സംഗതിയെല്ലാം വളരെ കാര്യഗൗരവം തന്നെ. അതാ പറയുന്നത്, മൗത്ത് ഹാജരായി വന്നിട്ട് ഒരു അജലും ഗരീബ് ബന്ധിച്ചിരണം. എന്തിനാന്ന്? ഒരു 10 റുപ്യ സാധുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടാന്ന്, ഒരു സുബ്ഹാനല്ലാഹ് ചെല്ലാൻ വേണ്ടിയിട്ടാന്ന്, ഒരു നിക്കാരം കഥാ കിട്ടാൻ വേണ്ടിയിട്ടാന്ന് അള്ള പറയുന്ന കുറേ കാലം തന്നിട്ടുണ്ട് അല്ല. അവല നുഅമ്മിറുക്കും തദക്കറും തദക്കറ ഈടെന്ന് സൂറത്ത് ഫാത്തിഹ എടുത്ത് നോക്കിയിട്ട് കാണാല. ഇടഭാഗത്തെ പേജിൽ വേണമെന്ന് എൻ്റെ ഓർമ്മ. അതൊക്കെ വലിയ പ്രാധാന്യമല്ലേ. അല്ലെ പ്രാധാന്യം ഇല്ലാത്ത ഉള്ളത് സന്ദർഭോചിതമായി പ്രാധാന്യം കൂടി വരും. അതെ, എല്ലാം വേറെ തോബന്റെ വിഷയം പറയുന്നുണ്ടല്ലോ. അമലുണ്ട്, പക്ഷെ ഇപ്പം ബഹീലായിട്ട് ഇത്ര കാലം പൂട്ടി വെച്ചോണ്ടല്ലേ അത് പറയാൻ കാരണം. എത്ര وهم يسترخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير. അവർ നരകത്തിൽ നിന്ന് വമ്പിച്ച അട്ടഹാസത്തോടുകൂടി കരയണം. റബ്ബന അഖ്രിജ്ന, ഒന്ന് പുറത്തേക്കണേ. എന്തിനാടോ? നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, നമ്മൾ മുമ്പ് ചെയ്യാത്ത കുറേ നിർത്തിവെച്ച കുറേ അമലുണ്ട്, എല്ലാം ചെയ്തിട്ട് വരാം, വീണ്ടും തിരിച്ചു വരാം, കുറച്ച് പുറത്താക്കും. അപ്പം ചോദ്യം എന്താ? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ചിന്തിക്കാൻ കഴിയുന്നവർ തന്നെ ചിന്തിക്കാൻ മാത്രമുള്ള ഒരു ആയുഷ്കാലം എനിക്ക് തന്നിട്ടില്ലേ? എത്ര കാലം ജീവിച്ചെങ്ങായി? മാത്രമല്ല നിങ്ങൾക്ക് താക്കീത് നൽകുന്ന നദീർ എന്ന് പറഞ്ഞാൽ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നു. അതുപോലെ ഖുർആൻ ആയത്തുകൾ, ഔലിയാക്കന്മാരുടെ വചനങ്ങൾ, അതുപോലെ റബ്ബാനിയ ഉലമാക്കന്മാരുടെ നല്ല നല്ല ഭാഗങ്ങൾ, ഉപദേശം, ഇതെല്ലാം വന്നിട്ടില്ലേ? അതൊന്നും നിങ്ങൾക്ക് ഫലിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പം ഒന്നും പറയണ്ട, പതുക്കൂ, ആസ്വദിക്കുക തന്നെ, ആസ്വദിച്ചോ. ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. بسم الله الرحمن الرحيم. يسبح لله ما في السماوات وما في الأرض له الملك وله الحمد وهو على كل شيء قدير. هو الذي خلقكم فمنكم كافر
والله بما تعملون بصير. خلق السماوات والأرض بالحق خلي رقم خلق السماوات والأرض بالحق وصوركم ഫഅഹ്സനായി തിരക്കൂട്ടുന്നതായിട്ട് അതെല്ലാം തപ്പിത്തടഞ്ഞു പോകുന്നു. خلق السماوات والأرض بالحق وصوركم ഫഅഹ്സന അല്ല സാവധാനം ഓതിയാൽ മറ്റേ തന്തമാറ് പറയുമെന്നൊന്നും പഠിച്ചിട്ടില്ല. മുതപ്പിത്തങ്ങൾ റബ്ബനാഥന ചെറിയ ദ്വാരക്കും പോലും നിസ്കാരം കഴിഞ്ഞിട്ട്. അപ്പോൾ അത് ആചാരം അഭിപ്രായപ്പെട്ട് മൊയിലാറ് ഇൽമിൽ ഉഷാറല്ല, ദ്വാരക്കാൻ പഠിച്ചിട്ടില്ല. മുതപ്പിത്തങ്ങൾക്ക് ദ്വാരക്കാൻ അറിഞ്ഞിടാണ്. അപ്പോൾ നിൽക്കാരം കണ്ട് ദ്വാരക്കുമ്പോൾ ആളൊന്നും മുറിച്ചിട്ടേ ദ്വാരക്കുള്ളൂ. പക്ഷെ നിൽക്കിരിക്കാൻ നിന്നോക്കണമെന്ന് പറയുന്നു. അവിടെ കളറെല്ലാം മാറിയിട്ട് വേർത്ത് കുളിക്കുന്നുണ്ടാകുന്നു. പണ്ട് സൈനുല്ലാബിദീൻ അഹ്ലുബൈത്തിൽപ്പെട്ട സൈനുല്ലാബിദീൻ ഞങ്ങളെ പറഞ്ഞില്ലേ, നിസ്കാരത്തിന് സമയം കിടന്നാൽ മൂപ്പറ കളറെല്ലാം മാറുമെന്ന്. ആ അതേ അവസ്ഥ കുത്തിപ്പോൾ നിങ്ങൾക്ക് കാണുന്നു. خلق السماوات والأرض بالحق وصوركم فأحسن صوركم وإليه المصير. يعلم ما في السماوات والأرض ويعلم ما تسرون وما تعلنون والله عليم بذات الصدور. അതും അള്ളാഹുവിൻ്റെ ഇൽമിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ ഇൽമ്, ഖുദ്റത്ത്, റഹ്മത്ത്, തഅദീബ് ഇതിനെ ഒന്നിട്ടായിരിക്കും പല ആയത്തുണ്ടാകുക. ഖലഖസ്സമാവാതി വൽ അർദിൽ എന്താ ഉള്ളതിൽ അതിൻ്റെ മുമ്പുള്ള ആയത്തുണ്ട് അള്ളാഹുവിൻ്റെ ഖുദ്റത്താ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇൽമ പറയുന്നു. ഇൽമിൽ തന്നെ എന്താക്കും പറയുന്ന അവസരത്തിൽ സിർറും ഒന്നിക്കും ജഹർ രണ്ടാമതാക്കും എന്നാണ് പറഞ്ഞത്. നമ്മൾ ഇന്നലെ ഓതിയത് വയഅലമു മാ തുഅ്ലിനൂന വമാ തുസിറൂന എന്നല്ല പറഞ്ഞു, മാ തുസിറൂന വമാ തുഅ്ലിനൂൻ. അപ്പോൾ സിദ്ദിനോടാണ് ഇൽമ ബന്ധപ്പെടുന്ന ആദ്യം ഒന്നിച്ചു പറഞ്ഞത്. പിന്നെ അല്ലാഹു അലീമൻ ബിദാത്തി സുദൂർ വരിയും അവിടെ നാഹിദ് അറിയൂല എന്നാ. അപ്പം ഇൽമിൻ്റെ മുബാലകയാണ്. ഇനി ألم يأتكم نبأ الذين كفروا من قبل فذاقوا وبال أمرهم ولهم عذاب أليم. ഇനി അതാ മുമ്പേ കാഫിറായ അള്ളാഹുവിനെ കൊണ്ടും വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ടും അവിശ്വസിച്ച ആളെ വാർത്ത നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? അവർ ചെയ്ത ദുഷ്പ്രവർത്തനങ്ങളുടെ കെടുതി അവർ അനുഭവിച്ചല്ലോ. അപ്പോൾ തഹദീബിനെ പറ്റി താക്കീത്. അപ്പോൾ ഇപ്പം എന്താക്കണം, അത് കൊണ്ടറിയാൻ നിൽക്കണ്ടാന്ന്. കണ്ടറിയലും കൊണ്ടറിയലും ഉണ്ട്. ഇവിടെ എന്താക്കണം, കണ്ടറിയണം. അപ്പോൾ അവരെന്താ ചെയ്ത് തെറ്റ് പറ. ذلك بأنه كانت تأتيهم رسلهم بالبينات. അതാ അവർക്ക് അയക്കപ്പെട്ട റസൂൽ എന്താക്കും, അവർക്ക് റസൂലിൻ്റെ ആണെന്നും സ്ഥിരീകരിക്കാനുള്ള എല്ലാ ബയ്യനത്തുമായിട്ട് റസൂൽ ചെല്ലും. അള്ളാഹ് അയച്ചു കൊടുക്കും. മനസ്സിലാകുന്നില്ല? ബയ്യനത്തുമായി റസൂൽ വരൂ. എന്നിട്ടോ فقالوا أبشر يهدوننا فكفروا وتولوا. ഒരു ബശർ വന്നിട്ട് നമ്മളെ നന്നാക്കാനോ? അപേക്ഷത്തിൽ ഇവർക്കുള്ള ഖുസൂസിയത്തൊന്നുമില്ല. ബഷറും മിസലും ബഷറും വന്ന് നമ്മളെ നേരെയാക്കാനാണ്. നമ്മളെപ്പോഴത്തെ ബഷർ വന്നിട്ട് എന്നിട്ട് എന്താക്കും, റസൂൽ അങ്ങ് തള്ളിപ്പറഞ്ഞിട്ട് ആ റസൂലിനുള്ള ഖുസൂസിയാത്ത് തള്ളിപ്പറഞ്ഞിട്ട് എന്താക്കും, അവർ കാഫിറാവുകയും അവരുടെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യും. പിന്തിരിഞ്ഞുകൊണ്ട് അള്ളാഹ് എന്താണ് വസ്തവനല്ലാഹ്, അള്ളാഹ് ഖനി തന്നെയാണ്. ഇവർ പിന്തിരിഞ്ഞു എന്നിട്ട് അള്ളാഹ്ക്കൊന്നും സംഭവിക്കാനില്ല. അപ്പോൾ മുർസലിങ്ങളെ തള്ളിപ്പറയിലാണ് അതിൻ്റെ ഒന്നാമത്തെ പോയിന്റ് വന്നത്. ഇനി ഒരാളത് ذلك بأنه كانت تأتيهم رسلهم
بالبينات وقالوا وبشر يهدوننا فكفروا وتولوا واستغنى الله والله غني حميد. زعم الذين كفروا أن لن يبعثوا قل بلى وربي لتبعثن ثم لتنبؤن بما عملتم وذلك على الله يسير. അള്ളാഹുവിൻ്റെ കുദറത്തിൻ്റെ വലിയൊരു പവറോടെ കാണിച്ചിട്ട് ഇതുകൊണ്ട് കുദറത്തിൽ ഇതെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട്, ആകാശമുണ്ട്, ഭൂമിയുണ്ട് എന്നെല്ലാം സമ്മതിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു പോയിന്റിൽ ഒരു കിഷ്കാല് മരിച്ച് മണ്ണായി കഴിഞ്ഞാൽ രണ്ടാമത് പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കുക, എന്നിട്ട് അതെന്താക്കുക, ഹാജരാക്കുക, കണക്ക് ചോദിക്കുക, പിന്നെ അവരറിയിക്കാണ്ട് സമർപ്പിക്കുക, സ്വർഗം നരകത്തിലേക്ക് വിഭാഗിക്കുക. ഇതൊക്കെ സാധിക്കുമോ? മറ്റേ സാധിക്കുമോ എന്നുള്ള അല്ലെങ്കിൽ കിഷ്കാലിനും പറഞ്ഞിട്ടില്ല. ഈടെത്തുമ്പോൾ അതൊരു ഒരു കുത്തിത്തിരിപ്പ്. അപ്പം കുതിരത്ത് ഇതെല്ലാം ആക്കാൻ കഴിയുമെങ്കിൽ ഇത് മറ്റെന്താക്കാനും വേണ്ട പണി. ഒരാശാരി പൂജാപ്പുള്ള ഒരു അർമ്മള കുട്ടി നല്ല മോഡിഫൈ എല്ലാം ചെയ്തിട്ട് അവൾ താമസം മാറ്റുമ്പോൾ ഈ അർമ്മളത്തിന് പഠിക്കാൻ കഴിയില്ല. എന്താ ജയിലിങ് എല്ലാം ഊരിയെടുത്ത് എല്ലാം. അപ്പം അന്നേരത്തെ ആരാ കഴിഞ്ഞപ്പോൾ എടുത്ത ശങ്കരനാശാരിക്ക് ഇത് കഴിച്ചിട്ട് റീസെറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാട്ട് ഇങ്ങനത്തെ ഉത്തരം പറയില്ലേ. ആദ്യം തന്നെ മരത്തിൻ്റെ ചീള് കൊടുത്തിട്ട് ചെപ്പുളി ഒന്തി ചത്തി ഒപ്പിച്ചിട്ട് ഇതോടെ ആക്കി കഴിഞ്ഞതിന് ശേഷം പോളിഷ് വരെ അടിച്ചതിന് ശേഷം കഴിഞ്ഞവനോട് ഇത് കഴിച്ചിട്ട് മിച്ചത്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കേണ്ട കണക്കുണ്ട. മതി ചിലെന്താക്കും അതിൻ്റെ ജോയിൻറ്റിന് അടയാളം വെക്കും ചില ABC അത് എളുപ്പത്തിന് വേണ്ടി. അല്ലെങ്കിൽ അന്ന് കാണുമ്പോൾ തന്നെ തിരിയും അത് ഇതിൻ്റെ ജോയിൻറ്റ് ഇതാന്നു. ആ ചോദ്യം പോലെയാണിത്. زعم الذين كفروا أن لن يبعثوا മരിച്ചതിന് ശേഷം ഖബറിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കലില്ല എന്നാണ് കുഫാറുകൾ വാദിക്കുന്നത്. ഖുൽ ബലാ വറബ്ബി, തങ്ങൾ പറയണം ബലാ എണീപ്പിക്കുക തന്നെ ചെയ്യും. വറബ്ബി എൻ്റെ റബ്ബിനെ തന്നെ സത്യം ചെയ്തിട്ട് അങ്ങോട്ട് പറഞ്ഞു. ല തുബ്അസുന്ന അവിടെ കണ്ട ലാമ് തൗക്കീദ്, തുബ്അസുന്ന ശ്രദ്ധുള്ള നൂനും മറ്റൊരു തൗക്കീദ്. അപ്പോൾ എത്ര സത്യം കലിമത്തിൻ്റെ തുടക്കത്തിൽ തൗക്കീദ്, ലാസ്റ്റിലും തൗക്കീദ്, 3 തൗക്കീദാണ്. എന്നിട്ട് സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും, നിങ്ങൾ അമൽ ചെയ്ത ഓരോ കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് വിവരം അറിയിക്കുകയും ചെയ്യും. കണ്ടാ വദാലിക അലല്ലാഹി യസീർ, അല്ലാഹുവിന് വളരെ എളുപ്പമുള്ള സംഗതിയാണ്. അതിനർത്ഥം മറ്റേതിന് പ്രയാസം ഉണ്ട് എന്നല്ല. ബുദ്ധിപരമായി ആലോചിച്ചാൽ ആദ്യത്തെ പണിയിൽ അത്ര പണി വേണ്ടല്ലോ, ചെയ്യിച്ചു കൂട്ടാൻ. അതിന് ഏറ്റവും പൊട്ടൽ ഊരിയിട്ട് ഇങ്ങോട്ട് കഴിച്ചിട്ട് രണ്ടാമത് സെറ്റാക്കാൻ മറ്റേതിൻ്റെ പണി വേണ്ടല്ലോ. എന്നല്ലാണ്ട് ആദ്യത്തേന് കുറച്ച് പ്രയാസം, ഇച്ചിരി പ്രയാസം കൂടുതൽ ഇവിടെ അങ്ങനത്തൊന്നുമില്ല. അപ്പോൾ ആദ്യത്തേത് ഉണ്ട് എന്ന് സമ്മതിച്ചാൾക്ക് ഇത് അവരെ കൊണ്ട് സമ്മതിക്കേണ്ടി വരും. അപ്പോൾ കുദറത്തിൻ്റെ അങ്ങേയറ്റത്തെത്തി. فآمنوا بالله ورسوله والنور الذي أنزلنا والله بما تعملون خبير. അപ്പോൾ ഇത്ര നേരം പറഞ്ഞിട്ട് ഒരു ഉപദേശം, അള്ളാഹുവിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്ക്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്ക്. നമ്മൾ ഇറക്കിയ ഒരു നൂറുണ്ട്, ആ നൂറാ സാധനം. ഖുർആനെ പറ്റിയാ പറഞ്ഞ നൂറുല്ലദീ അൻസൽനാ, നമ്മളിറക്കിയതാണ്, വേറെ ആരും ഉണ്ടാക്കിയതൊന്നുമല്ല. അതുകൊണ്ട് വിശ്വസിച്ചോളീന്ന് പറഞ്ഞ ഒരു ഉപദേശം ചേർന്ന വിട്ടു. يوم يجمعكم ليوم الجمع ذلك يوم التغابن ومن يؤمن بالله ويعمل صالحا يكفر عنه سيئاته ويدخله جنات تجري من تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم.
والذين كفروا وكذبوا بآياتنا أولئك أصحاب النار خالدين فيها وبئس المصير. ما أصاب من مصيبة إلا بإذن الله ومن يؤمن بالله يهد قلبه والله بكل شيء عليم. وأطيعوا الله وأطيعوا الرسول فإن توليتم فإنما على رسولنا البلاغ المبين. الله لا إله إلا هو وعلى الله فليتوكل المؤمنون. يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم. إنما أموالكم وأولادكم فتنة والله عنده أجر عظيم. രണ്ട് ഇദ്ഹാർ എസ് പി ഉണ്ട്. കണ്ടല്ലോ, അംവാലുക്കിൻ്റെ അടിയുണ്ട്, അംവാലുക്കും രണ്ട് ഔലാദുക്കിൻ്റെ അടിയുണ്ട്. ആ രണ്ടുപേരെ ഇനം. ആ ഔലാദുക്കും ഫിത്നാൻ്റെ അട കുറച്ചും കൂടി ഉണ്ട്. കാരണം ഭാവിനാക്കാണ് കടുപ്പം കൂടിയില്ല ഭാഗ്. അപ്പം ശ്രദ്ധിക്കാണ്ട് വിട്ടാലെന്താവും? ഒന്നിക്ക് മീമ നഷ്ടപ്പെടും, അല്ലെങ്കിൽ മീമ നൂനായിട്ട് മറിയും. فاتقوا الله ما استطعتم واسمعوا وأطيعوا وأنفقوا خيرا لأنفسكم ومن يوق شح نفسه فأولئك هم المفلحون. إن تقرضوا الله قرضا حسنا يضاعفه لكم ويغفر لكم والله شكور حليم. عالم الغيب والشهادة العزيز الحكيم. بسم الله الرحمن الرحيم. يا أيها النبي إذا طلقتم النساء فطلقوهن لعدتهن وأحصوا العدة واتقوا الله ربكم لا تخرجوهن من بيوتهن ولا يخرجن إلا أن يأتين بفاحشة مبينة وتلك حدود الله ومن يتعد حدود الله فقد ظلم نفسه لا تدري لعل الله يحدث بعد ذلك أمرا. فإذا بلغن أجلهن فأمسكوهن بمعروف أو فارقوهن بمعروف وأشهدوا ذوي عدل فإذا بلغن أجلهن فأمسكوهن بمعروف أو فارقوهن بمعروف وأشهدوا ذوي عدل منكم وأقيموا الشهادة لله ذلكم يوعظ به من كان يؤمن بالله واليوم الآخر
فمن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا واللائي يئسن من المحيض من نسائكم إن ارتبتم فعدتهن ثلاثة أشهر وأولاة الأحمال أجلهن أن يضعن حملهن ومن يتق الله يجعل له من أمره يسرا. ഇതിനർത്ഥമൊത്തുന്ന കാന്ത കൊണ്ട് എന്തുകൊണ്ട് മറ്റൊന്ന് എന്തുണ്ടെന്ന് ഇതിൽ നിന്ന് വസലാക്കുമ്പോൾ കസർ വന്നതാണ്. അല്ലെങ്കിൽ ഇന്നുള്ളത് ഷർത്തിൻ്റെ ഇന്നാണിത്, ബസ്രിയ കസറല്ല. പിന്നെ ഇവിടെ വഖഫിൽ ഒരു അപകടകരമായ വഖഫുണ്ട്. എന്താണത്? ഇത് കൃത്യമായി പറ ഒരാൾക്ക് തിരിയണ്ടേ. പറഞ്ഞാൽ വേറെ എന്തൊക്കെ ഒരു ഇഫാദ വേണം. കണ്ടും കൊണ്ട് അങ്ങനെ ഇങ്ങനെ ആക്കി കേട്ടാക്കൂല്ല, പറഞ്ഞാക്കൂല്ല. ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്താ ഇതുള്ളത്? ഒരു ഇപ്പോഴും മറുപക്ഷ ഒരു ജാഹില ഒരാളൊക്കെ തിരിയാൻ മാത്രം ഒന്നും വെച്ചില്ല. അല്ല ഉള്ളതോരണ്ടേ. ഇതിന്റെ വിശദീകരണം ആദ്യം നോക്കേണ്ടത്, ആദ്യം ഈ പിരിഞ്ഞു പോയ ഭർത്താവിന്റെ കെയർ ഓഫിൽ ഓള് ഹാമിലാണോ അല്ലയോ? ഹാമിലെത്തുന്ന വേണ്ട ആവശ്യമില്ല, ഹാമിൽ തന്നെ. രണ്ടാം ഉത്തരം പറ. എന്നാ ഒറ്റ ഇദ്ദ വഉലാത്തുൽ അഹ്മാലി അജലഹുന്ന അൻ യളഅന ഹംലഹുന്ന. ഗർഭിണിയാണെങ്കിൽ പ്രസവിച്ച് തീരൽ മാത്രമേ ഇദ്ദുള്ളൂ. വേറെ ഒരു വകുപ്പ് ഇവിടെ പറയുന്നില്ല. ഒരു സെക്കൻഡ് കൊണ്ട് തീർന്നു പറയും. കാരണം ഇന്നത്തെ ഒരു മണിക്കാന്ന് ഡേറ്റ്. അയാൾ മരിക്കുകയോ അല്ലെങ്കിൽ അയാൾ പിരിയുകയോ ചെയ്താൽ ഉടനെ പ്രസവിച്ച ഇദ്ദയിലൊന്നുമില്ല. അല്ലെങ്കിലോ 9 മാസം ചിലർ ദിവസം കാത്തിക്കേണ്ടിയും വരും. അത് കിട്ടിയ പോലെയാണ്. ഇനി ഹാമിലല്ലെങ്കിൽ പിന്നെ ചോദിക്കുന്ന എന്താണ്? കൃത്യമായ മെൻസസ് പീരീഡ് കൃത്യമായിട്ടുണ്ടോ എന്നാണ്. അവിടെ എന്താണ്? 3 ഖുർആൻ, സലാസത്ത് ഖുർആൻ, തറബസ്ന സലാസത്ത് ഖുർആൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ശുദ്ധി, ഒരു ഹൈദ്, ഒരു ശുദ്ധി, ഒരു ഹൈദ്, ഒരു ശുദ്ധി, ഒരു ഹൈദാകുമ്പോൾ എന്താണ്? ഈ 3 ഖുർആൻ വന്ന്. അതായത് ഈ ശുദ്ധിക്കാല ആദ്യം കൂട്ടുണ്ട്. കാരണം അശുദ്ധിയുള്ള കാലത്ത് തലാഖില്ല. തലാഖ് ആകും, പക്ഷെ കുറ്റകരമാണ്. കുറ്റകരമാകുന്നതിൻ്റെ കാരണം എന്താണ്? ഈ പെണ്ണിനെ ഇദ്ദയിൽപ്പെടുത്താത്ത ഓക്ക് കുറച്ചു കാലം കഷ്ടപ്പാടുണ്ടാവും. അപ്പോൾ ഓളെ ഹക്ക് അതിനോട് ബന്ധിക്കുന്നുണ്ടെന്ന് ഹൈല് കാലത്ത് തലാഖെല്ലാം പാടില്ല എന്ന് പറഞ്ഞാൽ തലാഖാവും. എന്നോട് പറയുന്നത് നിങ്ങൾ എത്രയും നേരത്തെ പോയി കിട്ടണം, അതുകൊണ്ട് ചൊല്ലിക്കോ എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. കാരണം അതിനെക്കൊണ്ട് വരുന്ന ഉപദ്രവം സഹിക്കാൻ ഓളായിട്ടില്ലേ. അപ്പം 3 ഖുർആൻ, 3 അന്ന് മെൻസസ് കൃത്യമില്ല, മെൻസസേ ഇല്ല. എന്തുകൊണ്ട് വരാം? ഒന്നെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ്. ചില ആരോഗ്യ പ്രശ്നം ഉണ്ടാകാം, അല്ലെങ്കിൽ ചില കമാലുണ്ടാകാം. ഫാത്തിമ ബീക്ക് മെൻസസ് ഇല്ല, അത് കമാലാണ്, രോഗമല്ല. ചില ആളുകൾക്ക് എന്താകും? രോഗം കാരണത്താൽ മെൻസസ് ഇല്ലാണ്ടെങ്കിലും സാധാരണ പെണ്ണുങ്ങന്മാർക്ക് അത് അനാരോഗ്യത്താണ്. മറ്റൊന്നും അല്ല, പീരീഡ് കഴിഞ്ഞിട്ടെല്ലാം വെറ്റി തീർന്നു, ഡേറ്റ് കഴിഞ്ഞ്.
അപ്പോൾ ഹൈദില്ല, അപ്പോൾ ഹൈദ് കൊണ്ട് കണക്കാക്കാൻ കഴിയൂല. അതാണ് എന്താ പറഞ്ഞത്, വല്ല ഈ ഇസ്ന മിനൽ മഹീദി മിൻ നിസാഇക്കും, അത് എക്സ്പയറി ആയി പോയിരുന്നു. മറ്റൊന്നോ വല്ല ഈ ലം നെഹലിന, തീരെ ഹൈലില്ല, ഇത് ഇല്ലാത്ത, അപ്പോൾ ഹൈലിൻ്റെ പ്രശ്നം ഇല്ലാത്ത രണ്ട് കൂട്ടക്കാരും കഴിഞ്ഞു. അവർക്ക് ഫഇദ്ദത്തുഹുന്ന സലാസത്തു അശ്ഹുർ, 3 മാസമാകുന്നു. സമതിയായ 3 മാസം. ചിലപ്പോൾ 29 ആവാം, എല്ലാം മാറി വരാം. ഇടയ്ക്കുന്ന് മുറിഞ്ഞാൽ എന്താകണം, മുറിഞ്ഞ മാസം 30 പൂർത്തിയാക്കണം എടുക്കാമെങ്കിൽ. തുടക്കത്തിലാണെങ്കിൽ 23 ലാഭം കിട്ടും. ചിലപ്പോൾ 3 29 കിട്ടിയാൽ. അപ്പം 2 കൂട്ടരുടെ ഇദ്ദയി പറഞ്ഞത് തിരിഞ്ഞാ നമ്മൾ എത്രയോ വിശദീകരിച്ചാന്ന്. ഒന്ന് ഹൈദിൻ്റെ പ്രശ്നമില്ല, ഒന്നേക്ക് ഇല്ലാത്തത് കൊണ്ടല്ല, ഇല്ലത് വെച്ച് തീർന്നിട്ടെന്ന്. 2 ഭാഗം. വൗലാത്തുൽ അഹ്മാലി അജലുഹുന്ന അയ്യളന ഹംലഹുന്ന, ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കില്ല. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വകുപ്പാണത്. അപ്പോൾ വഖഫുകളെ കൊണ്ട് ചാടിയാൽ ഫഇദ്ദത്തുഹുന്ന സലാസത്തു അശ്ഹുർ നാടെന്താക്കി വെച്ച്. വല്ലായി ലം യഹ്ലിന വൗലാത്തുൽ അഹ്മാലി അജലുഹുന്ന, ഹൈദ് തീരെ ഇല്ലാത്ത പെണ്ണുങ്ങളെ ഇദ്ദയും പിന്നെ ഗർഭിണികളെ ഇദ്ദയും പ്രസവിക്കലാകുന്നു. ഹൈദില്ലാത്ത പെണ്ണെങ്ങനെ ഗർഭില്ലാണ്ടെങ്ങനെ പ്രസവിച്ചേ? ഖുർആൻ മോദിച്ചപ്പോൾ ഇഡിത്തം പറയാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ വകുപ്പേ മാറുന്നുണ്ട്. അപ്പോൾ ശരിയായ വക്കപ്പാടെന്ന് فعدتهن 3 أشهر واللائي لم يحضن. അപ്പം ആദ്യത്തെ വല്ലാഹിൻ്റെ മോൾ അച്ചപ്പായി അവിടെ തീർന്നു. ഗർഭിണികളെ ഇപ്പുറം പറഞ്ഞു. പിന്നെ 3 ഖുർആന് വേണ്ടെന്ന് അൽ-ബഖറ സൂറത്തിൽ വേറെ പറഞ്ഞിട്ടുണ്ട്. സലാസത്ത ഖുറൂ യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന സലാസത്ത. പരിചിക്കണ്ടേ? നമുക്ക് ഉസ്താദിനെ വേണ്ടി ദ്വാരക്കാനുണ്ട്. അപ്പം അതിനുള്ള ടൈം കൊടുക്കണം. ومن يتق الله, കുറച്ച് ഉച്ചത്തിലോട്ട്. له ويعظم له أجرا. وإن كن أولات حمل فأنفقوا عليهن حتى يضعن حملهن فأنفقوا عليهن حتى يضعن حملهن فإن أرضعن لكم فآتوهن أجورهن وأتمروا بينكم بمعروف وإن تعاسرتم فسترضع له أخرى. فمن قدر عليه رزقه فلينفق مما آتاه الله لا يكلف الله نفسا إلا ما آتاها سيجعل الله بعد عسر يسرا. وكأي من قرية
أتت عن أمر ربها ورسله فحاسبناها حسابا شديدا وعذبناها عذابا نكرا فذاقت وبال أمرها وكان عاقبة أمرها خسرا. أعد الله لهم عذابا شديدا فاتقوا الله يا أولي الألباب الذين آمنوا قد أنزل الله إليكم ذكرا. رسولا يتلو عليكم آيات الله مبينات ليخرج الذين آمنوا وعملوا الصالحات من الظلمات إلى النور ومن يؤمن بالله ويعمل صالحا يدخله جنات تجري من تحتها الأنهار خالدين فيها أبدا قد أحسن الله له رزقا. الله الذي خلق 7 سماوات ومن الأرض مثلهن يتنزل الأمر بينهن. അതിങ്ങനെല്ലാം കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് അങ്ങോട്ട് വെച്ചൂടെ? ഞങ്ങെത്തിയിട്ട് ശ്വാസം മുട്ടിയിട്ട് വരുന്നു. الله الذي خلق 7 سماوات ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. بسم الله الرحمن الرحيم. يا أيها النبي لم تحرم ما أحل الله تبتغي مرضات أزواجك والله غفور رحيم. ഇത് പിടിച്ചിട്ടാണ് പത്താക്കമ്പിൽ ചെമ്പാറെന്താക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുറ്റം ചുമത്തിയത്. അതിഗൗരവമായ കുറ്റം തൊഴിച്ചങ്ക ചെയ്ത് കളഞ്ഞ്. എന്താന്ന്? അള്ളാഹ് ഹലാലാക്കിയതിനെ ഹറാമാക്കിയില്ലേ? ഈ കുഫിരിയത്തല്ലേ? അള്ളാഹ് ഹലാലാക്കിയ സാധനം ഹറാമാക്കിയാൽ എന്താവും? അല്ല ഹറാമിനെ ഹലാലാക്കിയാൽ എന്തായാലും അതിഗൗരവമേറിയ കുറ്റം തൊഴിൽ തങ്ങൾ ചെയ്തേ. എന്നിട്ടെന്താക്കില്ല എടുത്തിട്ട് അള്ളാഹ് കലമ്പി കൊണ്ടു ബിമാ തുഹരിമു മാ ഹല്ലല്ലാഹു ലക്. അല്ലേ? ഖുർആനിലെടുക്കുന്നു. അപാർ മുസാഫാന്ന് ഇപ്പോൾ ഡയറക്റ്റ് മുസാഫി എന്നാണ് അർത്ഥം വെക്കുന്നു. നിങ്ങളെ മാതിരി പൊന്നാനിൽ നിന്നുണ്ടാക്കി കിട്ടാൻ നോക്കിയിട്ടില്ല. അങ്ങനെ മേച്ചിരുന്നിട്ട് ഇങ്ങനെ ആഹാഹാഹാന്നാക്കാൻ കുറച്ച് പോകുമോ? അള്ളാഹ് ഹലാലാക്കി എന്താ അള്ളാഹ് ഹറാമാക്കി? അങ്ങനെ അധികാരം ഉണ്ടാവുമോ? അങ്ങനെ നബി ചെയ്യോ? നബി പോയിട്ട് ഒരു ആലിമ് ചെയ്യോ? ഇത് അതിൻ്റെ അർത്ഥം അങ്ങനെ അല്ലല്ലോ. തൊള്ളക്ക് തോന്നിയ പോലെ മനസ്സിലാക്കിയ പോലെ അർത്ഥം വെക്കല ഖുർആനിന്. ഭാര്യമാർ തേൻ കൊടുക്കുമ്പോൾ ഞാൻ തേൻ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കുടിക്കാണ്ടെന്നാൽ പെണ്ണുങ്ങൾക്ക് തൃപ്തികരമാകാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായി? ഹലാലായിട്ട് തങ്ങൾക്ക് സ്വന്തം ചെയ്യാവുന്ന ചെയ്യാതിരിക്കാനും ചെയ്യുന്നൊരു കാര്യം എന്താക്കി? സ്ത്രീകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതായത് ഒരു കുടുംബത്തിൽ എന്താക്കണം? ചിലത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കേണ്ടി വരും.
അപ്പോൾ അപ്പുറത്ത് തേൻ കുടിച്ചുകൊണ്ടാണ് എന്താക്കുന്നത് ഇവിടെ ഇതുണ്ടായത് എന്ന് പറയുന്നത്. ഒന്നിലധികം ഭാര്യമാരുണ്ടാകുമ്പോൾ എപ്പോഴും പ്രശ്നങ്ങളാണെന്നപ്പോൾ അപ്പം ഒരു സ്വാതന്ത്ര്യപ്പണക്കം ഇല്ലാതാക്കാൻ ഞാൻ തേനയെ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിപ്പോൾ ഹലാല് ഹറാമാക്കിയത്. ഖുർആൻ അർത്ഥം വെക്കുമ്പോൾ മേലോട്ട് നോക്കാനുണ്ട്, കീപ്പോട്ട് നോക്കാനുണ്ട്, അടുത്ത് നോക്കാനുണ്ട്, ബെൽത്ത് നോക്കാനുണ്ട്, സബബുൻ നുസൂൽ നോക്കാനുണ്ട്, ഇവിടെ വാക്യത്ത് എന്താ ഉള്ളതെന്ന് അറിയാനുണ്ട്. തൊള്ളക്ക് തോന്നിയ പോലെ അല്ല അർത്ഥം വെക്കല്. ബിസിനസ് നോക്കിയിട്ടാ ഖുർആൻ അർത്ഥം വെക്കല്. പോട്ട് അല്ലാതെ ഇസ്ലാമിൻ്റെ പുറത്തായ വിശ്വാസങ്ങളാണ്. അള്ളാഹു താല നമ്മളെല്ലാം കാക്കട്ടെ. ആടെ ഈമാൻ കാക്കാൻ വേണ്ടി വരക്കണ്ടി. അപ്പോൾ ഭാര്യമാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി തങ്ങളതിനെ തേൻ കുടിക്കണ്ടെന്ന് വെക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. തങ്ങൾക്ക് എന്താ ഹലാലാക്കിയ തങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം അനുസരിച്ച് എപ്പോഴും നിങ്ങൾ മറ്റുള്ള ആൾ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വഴങ്ങാം എന്നല്ലാതെ മറ്റുള്ള ആൾക്ക് വേണ്ടി തങ്ങളെ ലക്ഷ്യം ഉണ്ടാക്കേണ്ടിയില്ല. അപ്പം തങ്ങളുടെ ഉന്നതമായ ആ പദവിയാണ് അള്ളാഹുത്താൽ എടുത്തു കാണിക്കുന്നത്. അല്ല, ഇതിൽ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത് പറയുന്നത് എടാ എന്ത് ആരും നിന്നും തലയും പലൊന്നും പറയണ്ടില്ല. ഒരു സ്ഥലത്തെത്തണ്ടേ. قد فرض الله لكم تحلة أيمانكم والله مولاكم وهو العليم الحكيم. وإذ أسر النبي إلى بعض أزواجه حديثا فلما نبأت به وأظهره الله عليه عرف بعضه وأعرض عن بعض فلما نبأها به قالت من أنبأك هذا قال نبأني العليم الخبير. إن تتوبا إلى الله فقد صغت قلوبكما وإن تظاهرا عليه فإن الله هو مولاه وجبريل وصالح المؤمنين والملائكة بعد ذلك ظهير. عسى ربه إن طلقكن أن يبدله أزواجا خيرا منكن مسلمات مؤمنات قانتات تائبات عابدات سائحات ثيبات وأبكارا. തൻവീനിൻ്റെ എത്ര ഹുക്കുമാണ് അവിടെ വന്നു എഴുതിയിട്ടൊന്ന്. അഞ്ഞുബദിലഹു അസുവാജൻ്റെ അവിടെ തുടങ്ങി നോക്കി. അസുവാജൻ ഖൈറൻ ഇൽഹാർ ഖൈറൻ മിൻകുന്ന മീമല്ല ഒന്ന് ഇദ്ഗാമുൻ ബിഗുന്ന മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഇദ്ഗാമുൻ ബിഗുന്ന മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ ഇഖ്ഫാൽ ഖാനിതാത്തിൻ തായിബാത്തിൻ ഇഖ്ഫാൽ തായിബാത്തിൻ ആബിദാത്തിൻ ഇൽഹാർ ആബിദാത്തിൻ സായിഹാത്തിൻ ഇഖ്ഫാൽ സായിഹാത്തിൻ സയ്യിബാത്തിൻ ഇഖ്ഫാൽ സയ്യിബാത്തിൻ വഅബ്കാറ ഇദ്ഗാമുൻ ബിലാ ഗുന്ന. ഇത് വാവല്ലേ? അപ്പോൾ ഇദ്ഗാമ് നാക്കിസല്ലേ ഉണ്ടായില്ലേ? يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة
عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون يا أيها الذين كفروا لا تعتذروا اليوم إنما تجزون ما كنتم تعملون يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا മാവിനോടൊക്കില്ല മാവിനോടെ ഒക്കെ വേണ്ടി യൗമ നടക്കും ഇന്നത്തെ നടക്കില്ല പിന്നെ അല്ലെങ്കിൽ എടുക്കുമ്പോൾ ഇതിലൊക്കെ നടക്കലാണ് നല്ലത്. ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. ഖസാലിമാം എവിടെയാ പറഞ്ഞത്? ഖസാലിമാമിൻ്റെ കഥ നമ്മൾ ഇന്നലെ കുറച്ച് മനസ്സിലാക്കിയല്ല. അപ്പോൾ ഖുർആന് വെറും ലാഹിറാലപ്പൊന്നും നോക്കി അർത്ഥം വെക്കുന്ന ആളെ അവസ്ഥ എന്താണെന്ന് അറിയണം. വഷ്കുറൂലി വല തക്ഫുറൂൻ ആ കഷ്ണായത്തില്ലേ അത് മാത്രം എനിക്ക് കിട്ടിയാൽ മമ പറയുന്നു നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ആയസം എനിക്ക് തരികയാണെങ്കിൽ അത് വ്യാഖ്യാനിക്കാൻ ഞാൻ തയ്യാറാണ്. ഏതിൽ ഖുർആൻ മുഴുവനല്ല ഈ പറഞ്ഞ വഷ്കുറൂലി വല തക്ഫുർ ഈ കഷ്ണം മാത്രം. എന്നിട്ടോ ഇമാമേ നിങ്ങൾക്ക് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ രാജിച്ചിലാൻ അയച്ചു തന്ന് കൊല്ലം മുഴുവൻ അതിനകത്ത് വ്യാഖ്യാനിക്കും. അപ്പോൾ അതെന്താ അറിയിക്കുന്നത്? മൂപ്പർക്ക് ഖുർആനെ സംബന്ധിച്ച് എത്രത്തോളം ആഴത്തിൽ അറിയാമെന്ന്. ഇവിടെ എത്തി റബ്ബന അതിമിം ലനാ നൂറന എന്ന് പറഞ്ഞാൽ ഇത്മാമുൻ നൂർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വലം ജങ്കശിഫ് ലനാ ഖബുലു ഇതുവരെയും എനിക്ക് തിരിഞ്ഞിട്ടില്ല. തിരിയാത്ത കാര്യം പറയൽ ഹറാമാണ്. അതുകൊണ്ട് നമുക്ക് തിരിയാൻ വേണ്ടി അള്ളാഹുവിനോട് എല്ലാ കൂട്ടമായി ചോദിക്കാം. എന്നിട്ടാണ് ഇപ്പോൾ എന്താക്കുന്നത്? മദ്രസൻ്റെ പടി പോലും കാണാത്തവന് ഖുർആൻ എടുത്ത് അർത്ഥം വെക്കാം. ഖുർആൻ ക്ലാസ് ഇവിടെ പുറപ്പാട് ഉസ്താദ് മൂപ്പറത്ത് വന്നു ഖുർആൻ ക്ലാസ് ഉണ്ട്. കുടുംബസമേതം വരണമെന്ന് ആരാണ്ടാ ക്ലാസ് എടുക്കുക? ഞാൻ തന്നെ ഇന്ന് തുണിയെടുത്തിട്ട് വിളിച്ചിട്ട് അവിടെ അടിച്ചു വരാൻ പറ്റില്ല. ആടെയും പണിയൊന്നും ആക്കണ്ട, ഒന്ന് തുണി കൊണ്ട് പോയിക്കോളൂ. ഖുർആൻ ക്ലാസ് എടുക്കുന്ന ആളെ ചേല ഇപ്പം കാണുന്നത്. ആ ഈ ജദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് വെച്ച് ഉപ്പന്ന് പറഞ്ഞു. അപ്പോൾ വന്നഹു തആല ജദ്ദു റബ്ബിന എന്ന് റബ്ബിൻ്റെ ഉപ്പാപ്പ എന്ന് പറഞ്ഞാൽ അവരുടെ പേരെന്താന്ന് വെച്ച് റബ്ബിന് ഉപ്പാപ്പേ. ഇതിനോടൊന്ന് തടഞ്ഞു പോവില്ലേ? തുണി തടഞ്ഞു വീണു. സൂറത്ത് ഇവിടെയില്ലപ്പ കുൽഹുയ സൂറത്തിലില്ലേ വന്നഹു തആല ജദ്ദു റബ്ബിന റബ്ബിൻ്റെ ഉപ്പാപ്പ ദാലിമി പറഞ്ഞ തമാശയ്ക്ക് നമ്മളോട് പറഞ്ഞിരുന്നു. അല്ല ഇവിടെ ഇമാമ് പറഞ്ഞ പോലെ എന്താ ഇവിടെ പ്രശ്നം? യഖൂലൂന ഊറ് പറയുന്നു റബ്ബാന പഠിച്ചോനെ അതുമില്ല നൂറ നൂറ് പൂർത്തിയാക്കിത്ത പുറത്ത മാനയിക്കും. നിങ്ങൾ ഇങ്ങനെ വൈകിട്ട് വന്നാൽ ചിലർ വൈകിട്ട് വരും. ആദ്യ ഭാഗം നഷ്ടപ്പെട്ടു, ഇടയ്ക്കൊന്ന് ഉറങ്ങിയാൽ നടുവും നഷ്ടപ്പെട്ടു, തീരുന്നതിൻ്റെ മുമ്പ് വണ്ടി വരാൻ വേണ്ടി പോയിട്ടാകുമ്പോൾ അവസാനം നഷ്ടപ്പെട്ടു. അപ്പോൾ തലയുമില്ല നടുവില്ല പാലുമില്ല.
അല്ല ഇവിടെ നമ്മളത്തെ ഇപ്പം പ്രശ്നം കാണുന്നത് മൂപ്പർ പറഞ്ഞ ഇബാറത്താന്ന് ഈ ഹയ്യൽ പോലെ ഞങ്കശിഫലന കബിലു ഈ എഴുതുന്നതിന് മുമ്പായിട്ട് എനിക്കിത് തിരിഞ്ഞിട്ടില്ല, അവിടെ തിരിയാൻ വേണ്ടി ചോദിക്കാം. എല്ലാവർക്കും ഉണ്ട്, അറിവില്ലായ്മ സമ്മതിക്കും. ചിലപ്പോൾ അള്ളാഹിൻ്റെ നിയമത്തെടുത്ത് പറയും, നഫ്സിൻ്റെ കുസൂറും പറയും, ഒരു ഭാഗത്ത് എന്താക്കും അള്ളാഹിൻ്റെ നിയമത്തും ഉണ്ട്. അതാണ് ഇത് നൂഹ് അലൈഹി സ്വലാമിൻ്റെ ആയസ് എനിക്ക് തന്നാൽ ഞാൻ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ നിയമത്തെടുത്ത് പറയലാണ്. അതൊരു ജിഹത്ത്. എനിക്കൊന്നും തിന്നിട്ടില്ല, റബ്ബന അത്മില്ല നൂറാന എൻ്റെ ഒന്നും തിന്നിട്ടില്ല എന്ന് പറയുന്നത് നഫ്സിൻ്റെ കുസൂറ് സമ്മതിക്കലുമാണ്. അങ്ങനെ ഇത്രയും മഹാന്മാരുണ്ട്. വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, വലിയ മഹാനായിരുന്നു, ആദ്യകാല പ്രസിഡൻ്റാണ് സമസ്തൻ്റെ. അന്നേരം വലിയ 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 അമ്മമാരാ വിലമാക്കന്മാർ അതിന് മെമ്പർമാർ. ഇന്നത്തെ മതി ഇപ്പോഴത്തെ മിഷമർക്കത്തെ പിള്ളേരൊന്നുമല്ല. മൂപ്പർ മരിയോന് ഒരു ദിവസം കണ്ടുമുട്ടിയിരുന്നു. അപ്പം എൻ്റെ പേരത്തും പറഞ്ഞു, നമ്മളെ കാരണവറെ എൻ്റെ ഉസ്താദുമാണ്, എൻ്റെ കാരണവർ വന്ന് പേരത്തതുകൊണ്ട് നമ്മളെക്കുറിച്ച് സംസാരിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ടത് പറഞ്ഞ് മഹല്ല കിതാബിന് രണ്ടാമൂല ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ചെറുങ്ങനെ അതാണ് ഇതുവരെ മുത്താല ചെയ്തിട്ടും അവിടെ ഒന്നും പിടുത്തം കിട്ടിയിട്ടില്ല എന്ന്. എന്താ ഉസ്താദ് അവിടെ പ്രശ്നം ഇങ്ങനെ വെച്ചുകൂടെയെന്ന്? അതൊന്നും ആയിട്ടില്ലാടോ, അതൊന്നും പൂർത്തിയാകുന്നില്ല. മഹല്ലി മാമാണ് ഇബാറത്തിട്ടാണ്. മൂപ്പർ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്ക് തിരിയണം. അശാരി. അപ്പം എല്ലാം തിരിഞ്ഞാളെന്ന് പറഞ്ഞാൽ ലോകത്തുണ്ടാവില്ല. അതിന് മൂപ്പർക്കാരുടെ സംശയം തീർത്തു കൊടുക്കാൻ ആളുണ്ടാകില്ല. അവിടെ എത്ര വലിയ ആര്യമാണ്, എത്ര കിതാബ് ഉണ്ടാക്കിയ ആളാണ്, വലിയ പണക്കാരനായിരുന്നു. പക്ഷെ മരിക്കുന്ന അവസരത്തിലൊന്നുമില്ല, ഭാര്യൻ്റെ കഴുത്തിലും കാര്യമുള്ള സാധനം പോലും എല്ലാം സർക്കൈ ചെയ്തു. വലിയ മനാക്കിപ്പെട്ട ആളാന്ന് പറഞ്ഞു. അതാ يا أيها النبي جاهد الكفار والمنافقين واغلظ عليهم ومأواهم جهنم وبئس المصير. ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا. ഫലം യുഗ്നിയ وقيل ادخلا النار مع الداخلين. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. ومريم ابنة عمران التي أحسنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. തിരക്കൂട്ടിയാലും കാര്യമെല്ലാം പോക്കാണ്. അതിന് മാറ്റി പറഞ്ഞിട്ടൊന്നും. ومريم ابنة عمران التي أحصنت فرجها ونفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم
ونحن على ذلك من الشاهدين الشاكرين والحمد لله رب സാവധാനം അതിനെ തിരക്കൂട്ടി എന്താക്കും ചടപടയൊക്കെ എല്ലാം പോകും. അതെ ഫിത്തിനൊന്നും പറഞ്ഞ് ഫിത്തിന കൊണ്ട് അതുവിൻ്റെ പക്കുന്നല്ല ഫിത്തിന ഉണ്ടാവില്ലേ. ഫിത്തിന എന്ന് പറഞ്ഞാൽ എന്താ നല്ല അവസ്ഥയിൽ നിന്ന് തെറ്റിച്ചതിൻ്റെ കോലം പറയലല്ലേ ഫിത്തിന എന്ന് പറഞ്ഞാൽ. അപ്പം തിരക്ക് കൂടിയ കാര്യം കുഴപ്പമാണ്. ഒരു ചങ്ങായി ഉണ്ടല്ലോ മംഗളത്തിന് പോയിട്ട് ഒന്നാം മാത്രം ഛർദ്ദിക്കുമ്പോൾ അവസാനം ജുലൂസായിട്ട് പോയിട്ട് പറഞ്ഞാൽ അടാം സെഹറാന്ന് മറ്റേതാന്ന് മൊഴിഞ്ഞ് നിൽക്കിയതാന്ന് മറ്റേ ഊതി ഇളക്കിയെന്നൊക്കെ പറയും. അന്നത്തെത്തുമ്പോൾ ഞാൻ പറഞ്ഞ് മംഗലപ്പുരക്ക് ഇപ്പോൾ 400 ചില്ലാനും വിഭവങ്ങളുണ്ടാവും. എന്തെല്ലാം ജാതി പച്ചക്കറി മറ്റേത് കോഴി ചുട്ടത് പൊരിച്ചത് ഇതെല്ലാം പല എണ്ണണ്ടല്ല. ഇയാൾക്ക് ഇരിക്കുമ്പോൾ തന്നെ ഒന്ന് എല്ലാം തിന്നണമെന്നാണ്. എല്ലാം തിന്നുമ്പോൾ സമയം ചെയ്യൂല. അപ്പം എന്താക്കണോ എല്ലാത്തിനും എടുത്തിട്ട് കുറേശ്ശെ അയച്ചു കൊടുക്കും. ഇർസാലാക്കി അതാ ഇർസാല് ചെയ്ത്താൻ്റെ ഇർസാലല്ല. അപ്പോൾ പരക്കം നോക്കുമ്പോൾ ദഹനൊക്കെ അതുകൊണ്ട് ചെറുതി സ്വന്തം പൈസൊന്നുമില്ല. കാരണം അത്ര വിഭവങ്ങൾ ഉണ്ടാവില്ല. ഒരു മംഗലപ്പുരക്ക് തലേന്ന് വെച്ച് ഉസ്താദെ എവിടെയാണ് അടുപ്പ് ആക്കണ്ടേ? അവന് സൗകര്യമുണ്ടെങ്കിൽ വന്നാളോ മൂത്ത പുകയൊന്നും കയറാത്ത സ്ഥലത്താക്കണം. അത് ചോദിക്കാൻ കാരണോ കഴിഞ്ഞ പ്രാവശ്യം മംഗലം നടത്തിയിട്ട് അധികമാക്കാൻ പറ്റും നോക്കുമെന്ന് നോക്കുമ്പോൾ കഞ്ഞിമൂലൊക്കെ അടുപ്പാക്കിയിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കഞ്ഞിമൂലൊക്കെ അടുപ്പാക്കിയല്ല, നിങ്ങൾ ഇപ്പോൾ ആയിക്കൊണ്ടാകുന്ന ചെമ്പും കുടിക്കുകയും പാത്രം ഉണ്ടല്ലോ അപ്പത്തെ പറക്കെ മംഗലം കഴിഞ്ഞതിൻ്റെ അലിസ്റ്റൻ്റെ പേറ്റ് ഇതിനുള്ളിൽ ബാക്കിയുണ്ട് കേണ്ട് വെച്ചിട്ട് ഫംഗസ് കയറി ഇവിടെ വന്നിട്ടോ വൃത്തി കയറ്റില്ല. ഈയില്ല രണ്ടാമത് വെച്ചപ്പോൾ ആ കൂച്ചാണ് അവിടെ കഞ്ഞിമൂലൊക്കെ അടുപ്പായോണ്ടൊന്നുമല്ല. അതുകൊണ്ട് എന്താക്കണം പാത്രം വൃത്തിയിൽ ലേശം പൊടി മണ്ണിട്ട് കഴിക്കുക. ചിലപ്പോൾ നായും മുഖം കുത്തിയിട്ടുണ്ടെങ്കിലോ എന്നുള്ള ആ വിശ്വാസം കൊണ്ട് മാറിക്കോട്ട്. ഇത് വൃത്തിക്ക് കഴിഞ്ഞാൽ നായും കൂടി കുത്തു. മണ്ണിൻ്റെ പൊടിയിട്ട് വൃത്തിയിൽ കഴുകുക. എന്നാൽ പിന്നെ അടുത്ത വർഷം ഫംഗസ് കയറില്ല. അതുകൊണ്ട് മരുന്നും ഛർദിയും ബുദ്ധിമുട്ടുണ്ടാവില്ല. അജ്ഞാതമായ കാരണങ്ങളെ മേലെ ചുമത്തലൊന്നും ബുദ്ധിയല്ല. കഞ്ഞിമലക്ക് ഇപ്പോൾ ഉണ്ടാരും കഞ്ഞി കുടിക്കൽ. ഇപ്പം മന്തിയുടെ കാലം വന്നിട്ട് അതെ അപ്പം അദ്ദേഹം തിന്നിട്ടില്ല. എന്നിട്ട് നോക്കാം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസാത്തുകൾ തങ്ങളുടെ കമാലാത്തുകൾ അതാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദീനിൽ അറിയേണ്ടുന്ന വിഷയമാണിത്, വെറും ചരിത്രമല്ല. വാമ്മാ സുമിയാമി ബഅദിൽ ബുഹൂഷ് മൃഗങ്ങളെ മക്കൾ നിന്ന് കേട്ട കാര്യം പറയും. ബുഹൂഷ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ അടങ്ങാത്ത ജീവികൾക്കാണെന്ന് എന്താ പറയുക ബുഹൂഷ് എന്ന് പറയുന്നത്. ഫമിൻ